അത് ഏത് നിലയിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാലാണ് അതിന്റെ വ്യക്തമായ റിസൾട്ട്. അതിന്റെ ഒരു റിസൾട്ട് കിട്ടുന്നത് ഇപ്പോഴായിരിക്കില്ല, പിന്നീടായിരിക്കും. അപ്പോൾ കുട്ടികളെ എങ്ങനെ നർച്ചർ ചെയ്തെടുക്കാം, അവരുടെ ബുദ്ധി വികാസത്തിനും അവരുടെ കായികമായിട്ടും ബൗദ്ധികമായിട്ടും എങ്ങനെ വളർത്തിയെടുക്കുക എന്നുള്ളത് ഏതൊരു രക്ഷിതാവിന്റെയും വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു കടമയാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ സാധാരണ പാരന്റിങ് ക്ലാസ്സുകൾ, കോച്ചിങ് ക്ലാസ്സുകൾ എല്ലാം നമ്മൾ നിരവധി നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം, കേട്ടിട്ടുണ്ടാവാം. മറ്റ് യൂട്യൂബ് ചാനലുകളിലെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. എങ്കിൽ കൂടി അതിനെ വളരെ റിസർച്ച് ബേസ്ഡ് ആയിട്ട്, ശാസ്ത്രീയപരമായിട്ട്, അടിസ്ഥാനപരമായിട്ട് ചില മോഡലുകൾ ഉപയോഗിച്ച് എങ്ങനെ നമ്മൾ നമുക്കൊരു റിസൾട്ട് കിട്ടുന്ന രീതിയിൽ നമ്മളെ മക്കളെ നർച്ചർ ചെയ്തെടുക്കാം എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇവിടെ വന്ന എല്ലാ രക്ഷിതാക്കൾക്കും വളരെ സ്വാഗതം രേഖപ്പെടുത്തിക്കൊണ്ട് ഷിഹാബ് സാറിന് ഈ പ്രോഗ്രാം അവതരിപ്പിക്കാൻ വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഷിഹാബ് സാറ് ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഗ്രോളിയർ ഇന്റർനാഷണൽ സ്കോളാസ്റ്റിക് സബ്സിഡിയറി കമ്പനിയുടെ ഒരു ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻ കൺസൾട്ടന്റ് ആണ്. അതിലുപരി നിരവധി മോട്ടിവേഷൻ സ്പീക്കർ, പാരന്റിങ് കൗൺസിലിംഗ്, കുട്ടികളുടെ മറ്റു വിഷയങ്ങളിലെല്ലാം വർഷങ്ങളായി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. വിശദമായിട്ട് ഷിഹാബ് സാറ് നിങ്ങളോട് സംസാരിക്കുന്നതാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഫ്ലോർ ഷിഹാബ് സാറിന് വെൽക്കം ചെയ്യുന്നു. താങ്ക് യു. താങ്ക് യു മുഹമ്മദ് കുട്ടി സാർ ഫോർ ലവ്ലി വേർഡ്സ്. നിങ്ങളെല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. നമുക്കറിയാം മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ഇന്ന് എല്ലാവരും കേൾക്കുന്ന ഒരു കാര്യമാണ്, മൾട്ടിപ്പിൾ ഇന്റലിജൻസ്. പക്ഷെ ഇതിനകത്ത് കൂടുതൽ വിശദമായിട്ട് പലർക്കും അറിയില്ല. ചില ആളുകൾക്ക് നിരവധി തെറ്റിദ്ധാരണകളുണ്ട്. അപ്പോ അതെല്ലാം തിരുത്തുക എന്നുള്ളതാണ്. അപ്പൊ അതിലേക്ക് പോകുന്നതിന്റെ മുമ്പ് മുഹമ്മദ് സാർ എന്നെ പരിചയപ്പെടുത്തി. ഞാൻ ഗ്രോളിയർ ഇന്റർനാഷണലിന്റെ എഡ്യൂക്കേഷൻ കൺസൾട്ടന്റ് ആണ്. കഴിഞ്ഞ 3-4 വർഷമായിട്ട് കമ്പനിയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നു. ചെറിയ പ്രായത്തിലുള്ള കുട്ടികളുടെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ഇംപ്രൂവ് ചെയ്യാൻ പാരന്റ്സിനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ഏരിയ. സാധാരണഗതിയിൽ ഞങ്ങൾ പാരന്റ്സിന് വേണ്ടിയിട്ട്, ഞങ്ങളുടെ എക്സിസ്റ്റിംഗ് പാരന്റ്സിന് വേണ്ടിയിട്ട് ഞങ്ങൾ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ടെസ്റ്റ് നടത്താറുണ്ട്. അതിനുശേഷം അതിന്റെ റിസൾട്ട് അസസ് ചെയ്ത് അവർക്ക് കൗൺസിലിംഗ് കൊടുക്കാറുണ്ട്. ഇവിടെ ഒരു പബ്ലിക്കിന് വേണ്ടിയിട്ട് ഞങ്ങളിത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഓപ്പൺ പ്ലാറ്റ്ഫോമുകളിൽ അവതരിപ്പിക്കുന്നത്. ധാരാളം സ്കൂളുകളിൽ ഈ വിഷയത്തെ കുറിച്ചിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷനുകളില്, പാരന്റിങ് സ്ഥലങ്ങളില് വൺ കൗൺസിലിങ്ങിന് ഏകദേശം 1000-ലധികം പാരന്റ്സ് ഞാൻ വൺ കൗൺസിലിങ്ങിന് ഇരുന്നിട്ടുണ്ട്. അവിടങ്ങളിലെല്ലാം ഞാനിത് കൃത്യമായിട്ട് പാരന്റ്സിന്റെ ഇടയിൽ ഒരു അവബോധം സൃഷ്ടിക്കാൻ ശ്രമിക്കാറുള്ളതാണ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ഇംപ്രൂവ് ചെയ്യേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച്. അപ്പൊ അത് ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്കറിയാം 9 ഇന്റലിജൻസ് ആണുള്ളത്. 9 തരം ഇന്റലിജൻസ് ആണ്. എന്തൊക്കെയാണ്? ഒന്ന് ലിംഗ്വിസ്റ്റിക് ആണ്, ഭാഷാപരമായ കഴിവുകൾ, ഭാഷ കൈകാര്യം ചെയ്യാനുള്ള കഴിവ്. മറ്റൊന്ന് ലോജിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ. ഒരു സൈഡ് ശാസ്ത്രീയമായിട്ട് ചിന്തിക്കുന്നു, അതോടൊപ്പം ലോജിക്കലായിട്ട് ചിന്തിക്കാനുള്ള ഒരു കഴിവ്. മറ്റൊന്ന് മ്യൂസിക്കൽ ഇന്റലിജൻസ്, സംഗീതാത്മകമായിട്ടുള്ള ഒരു. അതിനുശേഷം വിഷ്വൽ ആൻഡ് സ്പേഷ്യൽ ഇന്റലിജൻസ്. നമുക്കറിയാം ത്രിമാന ദൃശ്യവൽക്കരണം, ആ രീതിയിൽ നമുക്ക് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നത് ഓരോ ഇന്റലിജൻസിനെ കുറിച്ചും വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും 4 കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു പോകുന്നതാണ്. എന്താണ് ഇന്റലിജൻസ്, എന്തൊക്കെയാണ് കുട്ടികളിൽ നമ്മൾ അതിൽ നിന്ന് കാണുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, അവർക്ക് പറ്റിയ ഒരു കരിയർ ചോയ്സുകൾ എന്തൊക്കെയാണ്, അതിനുശേഷം ഈ രംഗത്ത് പ്രശസ്തരായ ആളുകൾ. ഇങ്ങനെ ഓരോ ഇന്റലിജൻസിനെ കുറിച്ചും വളരെ വിശദമായിട്ട്, വളരെ സിമ്പിൾ ആയിട്ട് പ്രതിപാദിക്കുക എന്നുള്ളത് എൻ്റെ ഒരു രീതിയാണ്. എനിക്കും അതാണ് ഇഷ്ടം. കടുകട്ടിയായ ഭാഷാ പ്രയോഗങ്ങളോ എഡ്യൂക്കേഷനിലെ ടെർമിനോളജികളോ ഒക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ മുമ്പിൽ ഷോ കാണിക്കുക എന്നുള്ളതിനെക്കാട്ടിലുപരി നിങ്ങൾക്കിത് പരമാവധി മനസ്സിലാവുന്ന രീതിയിൽ മാക്സിമം സിമ്പിൾ ആയിട്ട് അവതരിപ്പിക്കാനാണ് ഞാൻ ഇവിടെ ആഗ്രഹിക്കുന്നത്. മറ്റൊന്നുള്ളത് ബോഡിലി കിനസ്തെറ്റിക്. നമുക്കറിയാം സ്പോർട്സ് താരങ്ങളൊക്കെ ഇന്റർപേഴ്സണൽ ആൻഡ് ഇന്റർപേഴ്സണൽ, സെൽഫ് അവയർനെസ്സും പീപ്പിൾ മാനേജ്മെന്റും. അതിനുശേഷം പിന്നീടാണ് ഈ 2 ഇന്റലിജൻസ്, നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസും ഒക്കെ എഴുതി ചേർക്കപ്പെട്ടത്. അതുപോലെ എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസ്. ഹവാർഡ് ഗാർഡ്നർ എന്ന് പറയുന്ന ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ
ഒരു എഡ്യൂക്കേഷണൽ സൈക്കോളജിസ്റ്റ്, ഒരു ഡെവലപ്മെന്റൽ സൈക്കോളജിസ്റ്റ് ആണ് ഈ ഒരു കൺസെപ്റ്റ് അദ്ദേഹത്തിന്റെ ഫ്രെയിംസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്ന പുസ്തകത്തിൽ 1983 അവതരിപ്പിച്ചത്. ഇതിനകത്ത് അദ്ദേഹം നിരവധി പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. പിന്നീടാണ് അദ്ദേഹം നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസും എക്സിസ്റ്റൻഷ്യലും ഒക്കെ ഇതിനകത്ത് ആഡ് ചെയ്ത് ചേർത്ത്. നമുക്കറിയാം ഹവാർഡ് യൂണിവേഴ്സിറ്റി ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ നമ്പർ 1 യൂണിവേഴ്സിറ്റികളിൽ ഒന്നാണ്. അദ്ദേഹം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിലൊക്കെ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു മൾട്ടിപ്പിൾ ഇന്റലിജൻസിനെ കുറിച്ച് ആളുകൾക്കിടയിൽ ധാരാളം തെറ്റിദ്ധാരണകൾ നിലനിൽക്കുന്നുണ്ട്. ഒന്ന്, ഒരു ഇന്റലിജൻസ് മാത്രമായിരിക്കും കുട്ടികൾക്ക് പ്രധാനമായിട്ടുണ്ടാവുക, മറ്റൊന്നും അത്ര പ്രധാനമാവില്ല. അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യലാണ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊന്ന്, വൺസ് ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് എഡ്യൂക്കേഷനെക്കാളും അധികം പ്രാധാന്യം കൊടുക്കേണ്ടത് ഇന്റലിജൻസ് ബേസ്ഡ് ആണ് എന്ന്. ഒരിക്കലുമില്ല. നമ്മുടെ നിലവിലെ വിദ്യാഭ്യാസ രീതികളിൽ പൂർണ്ണമായും ശ്രദ്ധയൂന്നിക്കൊണ്ട് തന്നെ മാത്രമേ നമുക്ക് അതിനോട് കൂടെ കൊണ്ടുപോകാനേ കഴിയുള്ളൂ. അതിനെ നമുക്ക് തള്ളിക്കളഞ്ഞുകൊണ്ട് സ്കൂൾ സിസ്റ്റത്തെയോ സ്കൂളിങ്ങിനെ ഒന്നും തള്ളിപ്പറഞ്ഞുകൊണ്ട് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ബേസ്ഡ് ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇത് 100% ആക്യുറസി എന്ന് പറയുന്നത്, അത് ആ സമയം കുട്ടി ചെയ്യുന്ന സമയത്തുള്ള കുട്ടിയുടെ താല്പര്യം, അന്തരീക്ഷം, നിരവധി കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇതിന്റെ റിസൾട്ടിന്റെ ആക്യുറസി വരുന്നത്. എങ്കിലും 80, 90, 80% ഒക്കെ നമുക്ക് ഇതിനകത്ത് ആക്യുറസി പറയാൻ പറ്റും. മറ്റൊന്ന്, ഒരു ഇന്റലിജൻസ് ഉണ്ടെങ്കിൽ അയാൾ ജീവിതകാലം മുഴുവൻ അതിൽ മാത്രം ഫോക്കസ് ചെയ്ത് നിൽക്കണം. മറ്റുള്ള ഇന്റലിജൻസുകളൊന്നും അക്വയർ ചെയ്യാൻ കഴിയില്ല. ഈ ഉള്ള ഇന്റലിജൻസ് മാത്രമേ നമുക്ക് ഉണ്ടാവുകയുള്ളൂ. നമുക്ക് പുതിയ സ്കില്ലുകൾ അക്വയർ ചെയ്യാൻ കഴിയില്ല. ഇങ്ങനെ നിരവധി തെറ്റിദ്ധാരണകൾ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു ചിത്രം ഇത് നമ്മോട് പലതും സംസാരിക്കുന്നുണ്ട്. ഞാനൊരു കഥ പറയാം. ഒരിക്കലും ഒരു കാട്ടില് രാജാവായിരുന്ന സിംഹരാജാവ് കൊല്ലപ്പെട്ടു. ആ കാട്ടിൽ മറ്റ് സിംഹങ്ങളൊന്നുമില്ല. നമുക്കറിയാം കാട്ടിലെ രാജാവ് എന്ന് പറയുന്നത് സിംഹമാണ്. സ്വാഭാവികമായിട്ടും എല്ലാവരും കൂടി ചേർന്നു നമുക്ക് പുതിയ രാജാവിനെ തിരഞ്ഞെടുക്കണം, കാരണം കാട് ഇങ്ങനെ അരക്ഷിതാവസ്ഥയിലാവാൻ പാടില്ല. അപ്പൊ അവരെന്ത് ചെയ്തു? എങ്കിൽ ശരി, നമുക്കൊരു മത്സരം നടത്തിയിട്ട് രാജാവിനെ തിരഞ്ഞെടുക്കാം. അങ്ങനെ അവരൊരു മത്സരം നടത്താൻ തീരുമാനിക്കുന്നു. ഒരു ഒഴിവുള്ള ദിവസം നേരത്തെ കാട്ടിൽ മുഴുവൻ വിളംബരം നടത്തിയിട്ട് എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. കാട്ടിലുള്ള എല്ലാ മൃഗങ്ങളും ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. എന്നിട്ട് അവിടെ ഒരാള് പറയാണ്, നിങ്ങളിൽ രാജാവാകണമെന്ന് ആഗ്രഹിക്കുന്നവരൊന്ന് മുന്നോട്ട് വരുമെന്ന് പറഞ്ഞു. നമുക്കറിയാലോ, എല്ലാവർക്കൊന്നും ലീഡർഷിപ്പിൽ താല്പര്യം ഉണ്ടാവില്ല. ചില ഇന്റലിജൻസ് കുറവായിട്ടുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലീഡർഷിപ്പിനോട് ഒട്ടും താല്പര്യം കാണില്ല. ചില ആളുകൾ ലീഡർഷിപ്പിൽ വളരെ ഇൻട്രസ്റ്റഡ് ആയിരിക്കും, അവർ ചാടിക്കയറിയായിരിക്കും. അങ്ങനെ ഏതാനും മൃഗങ്ങൾ മുന്നോട്ട് വന്ന് എല്ലാവരെയും ഒരു ലൈനാക്കി നിർത്തിയതിനു ശേഷം പറഞ്ഞു, നമ്മൾ കാട്ടിലെ രാജാവിനെ തിരഞ്ഞെടുക്കാൻ പോവുകയാണ്. മൈ ഡിയർ ഫ്രണ്ട്സ്, മത്സരം തുടങ്ങാണ്. വളരെ ശ്രദ്ധയോടെ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് കേൾക്കണം, അത് തെറ്റാതെ ഫോളോ ചെയ്യണം. ഏറ്റവും കുറഞ്ഞ സമയത്ത് ഏറ്റവും വേഗത്തിൽ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന മരത്തിന്റെ മുകളിൽ ഓടിക്കയറുന്ന, ഏറ്റവും ഉയരത്തിൽ ഓടിക്കയറുന്നവനാണ് ഈ കാട്ടിലെ രാജാവ്. ഇനി നമുക്ക് ഈ ചിത്രത്തിലേക്ക് ഒന്ന് നോക്കാം. ഇതിൽ എത്ര പേർക്ക് വേഗത്തിൽ മരം കയറാൻ കഴിയും? മരം കയറാൻ കഴിയുന്നവരുണ്ടോ? ഇതല്ലേ സത്യത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ വിസ്ഥിതിയിലും നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കുട്ടികൾ ഓരോരുത്തരും വ്യത്യസ്ത കഴിവുകളുള്ളവരാണ്, വ്യത്യസ്ത മേഖലകളിൽ ഫോക്കസ് ചെയ്യുന്നവരാണ്. തീർച്ചയായിട്ടും സുബൻ സാർ പറയുന്നു കുരങ്ങാണ് ഏറ്റവും മുകളിൽ എത്തുക എന്ന് പറയുന്നു. യെസ്, കറക്റ്റ്. ഓടിക്കയറുകയാണെങ്കിൽ ഒരു പക്ഷെ കുരങ്ങായിരിക്കും, പറന്നു കയറുകയാണെന്നുണ്ടെങ്കിൽ പക്ഷികളായിരിക്കും. ഇങ്ങനെ പലർക്കും, ചിലർക്കൊക്കെ അത് അച്ചീവ് ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പുതിയ ആശാകിരണങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതായത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വന്നിട്ടുണ്ട്. മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എഡ്യൂക്കേഷനെ കുറിച്ചിട്ടൊക്കെ ഗവൺമെന്റ് ഒക്കെ സീരിയസ് ആയിട്ട് ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. പല രാജ്യങ്ങളും 10-20 വർഷം മുമ്പേ, അതായത് കഴിഞ്ഞ ജനറേഷനിൽ അവരത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ വൈകിയാണെങ്കിലും തുടങ്ങി എന്നുള്ളിടത്ത് നമുക്ക് ആശ്വസിക്കാം.
പ്രത്യേകിച്ച് ഏർലി ചൈൽഡ് ഡെവലപ്മെന്റിനെ കുറിച്ച് കൃത്യമായിട്ട് പറയുന്നുണ്ട്. കേരളത്തിൽ ഈ അടുത്തിടെ നമ്മുടെ വിദ്യാഭ്യാസ വ്യവസ്ഥിതികൾ മൾട്ടിപ്പിൾ ഇന്റലിജൻസിനെ ബേസ് ചെയ്തുകൊണ്ട് പരിഷ്കരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സമിതിയെ നിയോഗിക്കാൻ സർക്കാർ തീരുമാനിച്ച ഒരു വാർത്ത വായിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നു. നമ്മൾ ഇന്റലിജൻസുകളിലേക്ക് പ്രവേശിക്കുകയാണ്. 9 തരം ഇന്റലിജൻസ് ആണെന്ന് പറയും. ഏറ്റവും ആദ്യത്തേത് ലിംഗ്വിസ്റ്റിക് ആണ്, ഭാഷാപരമായ കഴിവുകൾ. അതായത് എഴുതാനും വായിക്കാനുമുള്ള കഴിവ്, വാക്കുകൾ ശരിയായിട്ട് ഉപയോഗിക്കാനുള്ള കഴിവ്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും എഴുതാനും വായിക്കാനുമുള്ള കഴിവുകളുണ്ട്. ഇവിടെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ നമ്മളുടെ ആ ഒരു മിത്തുകളുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാവർക്കും എല്ലാ ഇന്റലിജൻസും ഉണ്ടാവില്ല എന്നുള്ളത് സത്യത്തിലുണ്ട്. എല്ലാവർക്കും എല്ലാ ഇന്റലിജൻസും ഉണ്ട്. 1-2 ഇന്റലിജൻസ് ആയിരിക്കും, അല്ലെങ്കിൽ 2-3 ഇന്റലിജൻസുകളായിരിക്കും ഡൊമിനന്റ് ആയിട്ട് നിൽക്കുന്നത്. ചിലർക്ക് ഒരു ഇന്റലിജൻസ് ആയിരിക്കും, ചിലർക്ക് ഒന്നിലധികം ഇന്റലിജൻസ് ആയിരിക്കും ഡൊമിനന്റ് ആയിട്ട് നിൽക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ലിംഗ്വിസ്റ്റിക് എബിലിറ്റി നമുക്കെല്ലാവർക്കും ഉണ്ട്, നമ്മുടെ കുട്ടികൾക്കുമുണ്ട്. കാരണം അവർക്ക് എഴുതാൻ അറിയാം, വായിക്കാൻ അറിയാം, ഭാഷ കൈകാര്യം ചെയ്യാൻ അറിയാം, വാക്കുകളിലൂടെ ചിന്തകളെ മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. ഇതാണ് ഭാഷാപരമായിട്ടുള്ള കഴിവുകൾ. ഭൂമിയിൽ ജനിക്കുന്ന എല്ലാ മനുഷ്യരും, എന്തെങ്കിലും ഫിസിക്കൽ പ്രോബ്ലംസ് ഇല്ലാത്തവരല്ലാത്ത എല്ലാവർക്കും ഭാഷ കൈകാര്യം ചെയ്യാനുള്ള കഴിവുണ്ട്. ഞാനിത് പരമാവധി സിമ്പിൾ ആക്കിയിട്ട് പറയാൻ ശ്രമിക്കുകയാണ്. കാരണം ഇതിന്റെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടെർമിനോളജികളിലേക്ക് പോവാതെ സാധാരണക്കാരന് ഏറ്റവും ഈസി ആയിട്ട് മനസ്സിലാക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ്. സോ ഇതിനകത്ത് എന്തൊക്കെയാണ് അവര് ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് കാണിക്കുന്നത്? അവർ ചുമ്മാ സംസാരിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ വളരെ ആഴത്തിൽ സംസാരിക്കുന്നു. ഏറ്റവും വലിയൊരു പ്രത്യേകത വാക്കുകൾ കൃത്യമായിട്ട് ശക്തമായിട്ട് ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതാണ്. ഒരു വാക്ക് പറയുമ്പോൾ ആ വാക്കിന്റെ അകത്ത് ഒരു ആശയം മുഴുവൻ ഉൾക്കൊള്ളുന്ന ശരിയായ പദപ്രയോഗങ്ങൾ നടത്തുന്നവരായിരിക്കും. അവരുടെ എഴുത്തുകൾ നമ്മളെ ചിന്തിപ്പിക്കുന്നതായിരിക്കും. അവർ വളരെ എല്ലാം അവർക്ക് വളരെ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, ക്യാച്ച് ചെയ്തെടുക്കാൻ പറ്റും നമ്മൾ പറയുന്നതല്ല. മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് പറയാം QBQ എന്നൊക്കെ പറയും സൈക്കോളജിയിൽ. ആളുകളുടെ ചിന്തകളെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അതെല്ലാവരെ കൊണ്ടും കഴിയില്ല. ലിംഗ്വിസ്റ്റിക് എബിലിറ്റി കൂടുതലുള്ള ആളുകൾക്ക് നിങ്ങളൊരു വാക്ക് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ വാക്കുകൾ എക്സ്പ്രസ് ചെയ്യും. പലപ്പോഴും ബോഡി ലാംഗ്വേജിന്റെ കൂടെ സഹായം അതിന് ആവശ്യമുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള ലിംഗ്വിസ്റ്റിക് എബിലിറ്റി കൂടുതലുള്ള ആളുകള് അവര് നല്ല റൈറ്റേഴ്സ് ആയിരിക്കും, എഴുത്തുകാരായിരിക്കും, പ്രഭാഷകരായിരിക്കും. പിന്നെ അവർക്ക് ധാരാളം കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. തീർച്ചയായിട്ടും നമ്മളുടെ കുട്ടികൾ ലിംഗ്വിസ്റ്റിക് എബിലിറ്റി ആണ് കൂടുതലെങ്കിൽ, ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു പാരന്റിങ് സെഷനിൽ ഒരു പാരന്റ് വന്ന് പരാതി പറയുന്നുണ്ടായിരുന്നു. എന്റെ സുഹൃത്ത് സാബു സാറിന്റെ സെഷന്റെ ഇടയിൽ വന്ന് പറഞ്ഞതാണ്, ഒരു പേരക്കുട്ടി വന്നിട്ട് പരാതി വാക്കുകള്, അതായത് ഞങ്ങൾ പറയാത്ത കാര്യങ്ങളൊക്കെ കുട്ടി കൂട്ടിച്ചേർത്ത് പറയുന്നത്. 4-4.5 വയസ്സുള്ള ഒരു കുട്ടി ചുമ്മാ നമ്മൾ തള്ളാന്നൊക്കെ പറയില്ലേ, കുട്ടികൾ വന്നിട്ട് ചുമ്മാ നമ്മൾ പറയാത്ത കാര്യങ്ങൾ, ഒരു സംഭവം പറയുമ്പോൾ കുട്ടി അത് വളരെയധികം പൊലിപ്പിച്ചു പറയുന്നു. എന്തുകൊണ്ടാണത്? ഇത് നിയന്ത്രിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? സത്യത്തിൽ ആ കുട്ടിയുടെ ഭാഷാപരമായ ഒരു കഴിവാണ്, ലിംഗ്വിസ്റ്റിക് എബിലിറ്റി ആണെന്ന് മനസ്സിലാക്കിയിട്ട് അത് നർച്ചർ ചെയ്യാൻ ആവശ്യമായ കാര്യങ്ങളിലേക്ക് പോകുന്നതിന് പകരം നമ്മുടെ പാരന്റ്സ് എന്താണ് ചെയ്യാം, കുട്ടികൾ അനാവശ്യമായിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ അവരെ ഡിമിനിഷ് ചെയ്യുന്നു, മിണ്ടാതിരിക്കാൻ പറയും, അല്ലെങ്കിൽ സന്ദർഭത്തിനനുസരിച്ച് സംസാരിക്കുന്നു പറയും, അല്ലെങ്കിൽ ഒരു അടി കൊടുക്കും, മിണ്ടാതിരിക്കടാന്ന് പറയും. നമ്മുടെ നാട്ടിലൊക്കെ, എന്റെ നാട്ടിലൊക്കെ ഉള്ള ഒരു പ്രയോഗമാണ് വലിയർത്താനം പറയാന്ന് പറയും. ചെറിയ കുട്ടികൾ വലിയ വായിൽ സംസാരിക്കും എന്നൊക്കെ നമ്മൾ പരാതി പറയാറ്. ഇത് അവരുടെ കഴിവുകളാണെന്ന് തിരിച്ചറിയാം. അവർക്ക് ചൂസ് ചെയ്യാവുന്ന കരിയറുകൾ, നമുക്കറിയാം ഈ കരിയറുകൾ ഇതിൽ തന്നെ പോയിക്കൊള്ളും എന്നൊരു നിർബന്ധമില്ല. പക്ഷെ ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പോകാൻ കഴിഞ്ഞാൽ അവർക്ക് ലൈഫ് കൂടുതൽ ഈസി ആയിരിക്കും എന്നുള്ളതാണ്. ഇപ്പൊ ലിംഗ്വിസ്റ്റിക് എബിലിറ്റി ഉള്ള ആളുകൾ ഈ ജോലി മാത്രമേ ചെയ്യാവൂ എന്ന് രാജ്യത്ത് നിയമമൊന്നുമില്ല. നമ്മുടെ കുട്ടികളെ മുഴുവൻ നമ്മൾ അതിലേക്ക് കൊണ്ടുവരണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ഇപ്പൊ ലിംഗ്വിസ്റ്റിക് എബിലിറ്റി കൂടുതലുള്ള ഒരാളാണ്, നമുക്കറിയാം ലോക പ്രശസ്തനായ ഒരു കുക്ക് ഉണ്ട് ഇന്ത്യയിൽ, സഞ്ജീവ് കപൂർ. അദ്ദേഹം കുക്കിംഗ് ആളുകൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നതാണ് അദ്ദേഹത്തിന്റെ രീതി. സ്വാഭാവികമായിട്ടും ആയിരക്കണക്കിന് കോടി രൂപ അദ്ദേഹം സമ്പാദിക്കുന്നുണ്ട്. സഞ്ജീവ് കപൂർ നിങ്ങൾ സ്ലീക്കിന്റെ ഒക്കെ പരസ്യത്തിൽ കണ്ടിട്ടുണ്ടായിരിക്കും. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളുടെ കഴിവുകളെ ഐഡന്റിഫൈ ചെയ്ത് അതിലേക്ക് കണക്ട് ചെയ്യാം എന്നുള്ളതാണ്. ഇപ്പൊ കരിയർ ടീച്ചേഴ്സ് ആയി മാറാൻ, അല്ലെങ്കിൽ സ്റ്റോറി ടെല്ലേഴ്സ്,
കഥ പറയണമെങ്കിൽ ഇപ്പൊ ഞാൻ തൊട്ട് മുമ്പ് ഒരു കഥ പറഞ്ഞു. ചില ആളുകളുടെ കഥ പറയുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും, ഒരു ഭയങ്കര എക്സ്പ്രസീവ് ആയിട്ട് നമ്മുടെ ഉള്ളിൽ കൊള്ളുന്ന വാക്കുകളിലൂടെ, വോയിസ് മോഡുലേഷനിലൂടെ ശരിക്കും നമ്മളെ എന്ത് ചെയ്യും, കണ്ണുകൾ ഈറാൻ അണിയിക്കുന്ന രീതിയിൽ അവരെ കൊണ്ട് കഥ പറയാൻ കഴിയും. ചില കവികളായി മാറാം, അവർക്ക് എഴുത്തുകാരായി മാറുന്നു, സ്റ്റാൻഡപ്പ് കൊമേഡിയൻ. നമുക്കറിയാം പലതരം സ്പീച്ചുകളുണ്ട്, എന്റർടൈൻമെന്റ് സ്പീച്ചുകളിൽ പെടുന്നതാണിത്. നമ്മൾ പബ്ലിക് സ്പീക്കിങ്ങിന്റെ ട്രെയിനിങ് സെഷനുകളിൽ 13 തരത്തിലുള്ള സ്പീച്ചുകളെ കുറിച്ച് പഠിപ്പിക്കാറുണ്ട്. അതിനകത്ത് വരുന്നതാണ് എന്റർടൈൻമെന്റ് ഒക്കെ. ആളുകളെ രസിപ്പിക്കുക, ഹ്യൂമർ അറിയുന്നവൻ, ഹ്യൂമർ അറിയാത്തവൻ അത് പറയുമ്പോൾ അത് ബോറായിരിക്കും. നിങ്ങൾക്ക് ഈ ചിത്രത്തിലുള്ള ആളുകളെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഒന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്യൂ പ്ലീസ്, പെട്ടെന്ന്. ഓക്കെ, സുകുമാർ അഴീക്കോട്, ഓക്കെ. സുബൈർ കൊണ്ടോട്ടി, ഓക്കെ, താങ്ക് യു സർ. കമല സുരയ്യ, ഓക്കെ. മറ്റു രണ്ടുപേരെ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഞാനൊരു ക്ലൂ തരാം. ബുക്കർ പ്രൈസ്. അരുന്ധതി റോയ്. ഓക്കെ, താങ്ക് യു. ചാറ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ സൗകര്യമായിരുന്നു. ആരാണെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, നോ പ്രോബ്ലം. താങ്ക് യു. അരുന്ധതി റോയ്, ഓക്കെ. ദി ഗോഡ് ഓഫ് സ്മാൾ തിങ്സ് എന്ന് പറയുന്ന ബുക്കർ പ്രൈസ് നേടിയ മലയാളിയാണ്, അല്ല ഇന്ത്യക്കാരിയായിട്ടുള്ള മലയാളത്തിൽ വേരുകളുള്ള അരുന്ധതി റോയ്. നമുക്കറിയാം സുകുമാർ അഴീക്കോട് കേരളത്തിലെ ആയിരക്കണക്കിന് വേദികളിൽ കേരളത്തിലെ പ്രാസംഗികൻ എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു പര്യായമായിട്ട് മാറിയിട്ടുള്ള ഒരാളാണ്. മാധവിക്കുട്ടി ഇംഗ്ലീഷിലും മലയാളത്തിലും ഇല്ലസ്ട്രേറ്റഡ് വീക്കിലികളിൽ അടക്കം നിരവധി അന്താരാഷ്ട്ര തലങ്ങളിലൊക്കെ അവരുടെ കവിതകളൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നമ്മൾ അവരുടെ പുസ്തകങ്ങളൊക്കെ ധാരാളം വായിച്ചിട്ടുള്ളതാണ്. മറ്റൊന്ന് അരുന്ധതി റോയ്. ദ ലാസ്റ്റ് വൺ ഓപ്ര വിൻഫ്രേ, അമേരിക്കൻ TV ഷോ ഹോസ്റ്റാണ്. എത്രയോ ജീവിതത്തിൽ പരാജയങ്ങളിലൂടെ, കടുത്ത പ്രതിസന്ധികളിലൂടെ സ്വന്തം കഴിവിൽ ഉള്ള മേഖലയിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്ത് വളർന്നു വന്ന ഒരു ലേഡിയാണ് ഓപ്ര വിൻഫ്രേ. ഇങ്ങനെ നമുക്കറിയാം ലിംഗ്വിസ്റ്റിക് എബിലിറ്റി ഉള്ള ആളുകൾക്കുള്ള ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ആണ്. നെക്സ്റ്റ്, ലോജിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ്. നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടാവും, എനിക്കറിയാം. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക. ലാസ്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ സെഷനിൽ കൈകാര്യം ചെയ്യാൻ സൗകര്യം തരുന്നതാണ്. ഇതിനകത്ത് രണ്ട് രീതിയിലാണ് മാത്തമാറ്റിക് ആൻഡ് റിസർച്ചേഴ്സ് ആയിട്ടുള്ള, സയന്റിസ്റ്റ് ആയിട്ടുള്ള ആളുകൾ ഈ ഒരു ഇന്റലിജൻസ് എന്ന് പറയുന്നത് ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യാൻ ആളുകളെ പ്രാപ്തരാക്കുന്നു. അല്ലെങ്കിൽ ഇത്തരം കഴിവുകളുള്ള ആളുകൾ വളരെ ലോജിക്കലായിട്ടായിരിക്കും, അവർ വളരെ ക്യൂരിയോസ് ആയിരിക്കും, കാര്യങ്ങളെ കുറിച്ചിട്ട് അവർ വളരെ ക്യൂരിയോസ് ആയിരിക്കും. എന്താണെന്ന് അറിയാൻ അവർക്ക് ഭയങ്കര താല്പര്യം കാണും. എല്ലാറ്റിനെയും അവർ കൃത്യമായിട്ട് കാര്യകാരണ സഹിതമായിരിക്കും ഇത്തരം ഇന്റലിജൻസ് ഉള്ള ആളുകൾ കാര്യങ്ങളെ വിലയിരുത്തുന്നത്. നമ്മളിൽ പലർക്കും ഇതെല്ലാവർക്കും ഉള്ളത് തന്നെയാണ്, പക്ഷെ ഇതിന്റെ അളവുകൾ വ്യത്യസ്തമായിരിക്കും. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഈ അളവുകൾ വ്യത്യസ്തം എന്ന് പറയുമ്പോൾ, ഇപ്പോ സുഡോക്കു നിങ്ങൾക്കെല്ലാം അറിയാം. എനിക്കിഷ്ടമാണ് സുഡോക്കു. നിങ്ങളിൽ പലർക്കും സുഡോക്കു കളിക്കാൻ അറിയാം. ഒരു 81 കോളമുള്ള 1 മുതൽ 9 വരെ ഹൊറിസോണ്ടലും വെർട്ടിക്കലും ആയിട്ട് വരുന്ന ഒരു സുഡോക്കു കംപ്ലീറ്റ് ചെയ്യാൻ ഒരു മീഡിയം ലെവലിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 10 മുതൽ 15 മിനിറ്റ് ആണ്. ഞാൻ അത്ര ലോജിക്കൽ മാത്തമാറ്റിക്കൽ ഹൈ ആയിട്ടുള്ള ആളല്ല. പക്ഷെ അതൊരു ഹൈ ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ സുഡോക്കു ചെയ്യാൻ ഏറ്റവും ഹൈ ആണെങ്കിൽ അയാൾക്ക് 2-3 മിനിറ്റ് മതിയാവും. ഒരല്പം കൂടി കുറവുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഒരു 7-8 മിനിറ്റിനകത്ത് ഞാൻ ചെയ്യുന്ന അതേ സുഡോക്കു ചെയ്യാൻ പറ്റുമായിരിക്കും. എന്നെക്കാട്ടിലും വളരെ കുറവുള്ള ഒരാളാണെങ്കിൽ, അതെ, ഒരാൾ പറയുന്നത് 7 മിനിറ്റ്സ്. ഓക്കെ, കൂടുതൽ കുറവാണെങ്കിൽ, സോറി, അതായത് ലോജിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ് കുറവാണെങ്കിൽ
എന്നെക്കാളും കൂടുതൽ സമയം എടുത്തിട്ടായിരിക്കും അയാൾ ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ക്രോസ് വേർഡ് ചെയ്യുന്നത്, അതിനകത്ത് നമ്മൾ ലോജിക്കലി വരുന്നുണ്ട്. ലിംഗ്വിസ്റ്റിക് ആണെങ്കിൽ കൂടെ ലോജിക്കൽ ആയിട്ടുള്ള ഒരു പാർട്ട് അതിൽ വളരെയധികം പ്രാധാന്യത്തോടെ വരുന്നുണ്ട്. ഇത്തരം കുട്ടികൾ അല്ലെങ്കിൽ നമ്മളുടെ ആളുകൾ, ഇത്തരം ആളുകൾ നമ്പേഴ്സിനെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. അവർ ഡാറ്റകളൊക്കെ വളരെ എളുപ്പത്തിൽ അവർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. അബ്സ്ട്രാക്ട് കൺസെപ്റ്റ് അല്ലെങ്കിൽ പാറ്റേൺസ് ഒക്കെ അവർക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അവരെല്ലാറ്റിനെ കുറിച്ചും വളരെ ക്യൂരിയോസ് ആയിരിക്കും. ക്യൂരിയോസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ വീട്ടില് ചെറിയ കുട്ടികള് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് അല്ലെ? ധാരാളം ചോദ്യങ്ങൾ. ശരിക്കും അതിന്റെ ഒരു കണക്കൊക്കെ പറയുന്നുണ്ട്. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്, ഇത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലാണ് കുട്ടികൾ വ്യത്യസ്ത രീതിയിൽ ചിന്തിക്കുന്ന ആളുകളായി മാറുന്നത്. സോ നിങ്ങളുടെ കുട്ടികൾ എത്ര ചോദ്യങ്ങൾ ചോദിക്കുന്നു എന്നുള്ളിടത്താണ് നിങ്ങളുടെ കുട്ടികളുടെ ഇന്റലിജൻസുമായിട്ട് അല്ലെങ്കിൽ അവരുടെ ക്യൂരിയോസിറ്റി ഒക്കെ നിലനിർത്തി പോകുന്നത്. സാധാരണ വീടുകളിൽ കണ്ടുവരുന്ന ഒരു പ്രതിഭാസമാണ്, കുട്ടികൾ ചോദ്യം ചോദിക്കുമ്പോൾ നമുക്കൊന്നെങ്കിലും ഉത്തരം അറിയില്ല, അല്ലെങ്കിൽ നമുക്ക് തിരക്കായിരിക്കും. നമ്മൾ അവിടെ എന്താ ചെയ്യുക? ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നിങ്ങൾ ഓഫീസിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങുകയാണ്, 9:15 ഇറങ്ങുകയാണ്, 10 മണിക്കാണ് ഓഫീസിൽ എത്തേണ്ടത്. ഇപ്പൊ പോയാൽ കറക്റ്റ് സമയത്ത് എത്താം. 1 മിനിറ്റ് വൈകിയാൽ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ബസ് കിട്ടൂല, ബസ് നഷ്ടപ്പെടും. പിന്നെ അടുത്ത ബസ് 10 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോ നിങ്ങൾ ഓഫീസിലെത്തുമ്പോൾ 10-15 മിനിറ്റ് വൈകിയേക്കാം. അത്തരം ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ധൃതി പിടിച്ചുകൊണ്ട് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് പെട്ടെന്ന് ഇറങ്ങി പോവാൻ നിൽക്കുന്ന സമയത്ത് 5 വയസ്സിലെ നിങ്ങളുടെ കുട്ടി പുറകിലൂടെ വന്ന് ഷർട്ടിന് പിടിച്ചിട്ട് ചോദിക്കാണ്, പപ്പ എന്തുകൊണ്ടാണ് എന്റെ പല്ല് കൊഴിയുന്നത്? എന്റെ ഇവിടുത്തെ ഒരു പല്ല് ഇളകുന്നുണ്ട്, എന്തുകൊണ്ട് എന്റെ പല്ല് കൊഴിയുന്നത്? അല്ലെങ്കിൽ ചോദിക്കുകയാണ്, എന്നെ എവിടുന്ന് കിട്ടിയതാണ്? അല്ലെങ്കിൽ കോഴിയാണോ മുട്ടയാണോ ആദ്യം ഉണ്ടായത്? ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എന്തായിരിക്കും നിങ്ങളുടെ ഒരു റെസ്പോൺസ്? ഒന്ന് ചാറ്റ് ചെയ്യൂ പ്ലീസ്. നിങ്ങൾ അതിനെ എങ്ങനെയായിരിക്കും കൈകാര്യം ചെയ്യാം? നിങ്ങൾ അതിന് ഉത്തരം പറയുമോ? നിങ്ങൾ അവിടെ നിന്നിട്ട് ആ ബസ് പോയാലും വേണ്ടില്ല എന്ന് കരുതിയിട്ട് നിങ്ങൾ നിങ്ങളുടെ കുട്ടിക്ക് ഉത്തരം കൊടുക്കോ, അതോ നിങ്ങൾ ഉത്തരം കൊടുക്കാതെ പോവോ? യെസ് ഓർ നോ ടൈപ്പ് ചെയ്യൂ പ്ലീസ്. വൈ ഓർ എൻ? യെസ്, ശ്രമിക്കും. ഓക്കെ, താങ്ക് യു. നമ്മൾ ശ്രമിക്കും അല്ലെങ്കിൽ ഉത്തരം കൊടുക്കും. നോ പറയുന്നവരുണ്ട്, യെസ് പറയുന്നവരുണ്ട്. തീർച്ചയായും ആൻസർ ചെയ്യും. സംടൈംസ് അതെ, നമ്മുടെ തിരക്കിനനുസരിച്ച് നോ പറയുന്നു. കാരണം നമ്മുടെ പ്രയോറിറ്റിക്ക് അനുസരിച്ചിട്ടാണ്. കുട്ടി ചോദിക്കാണ്, ചോദിക്കുന്ന ചോദ്യങ്ങള് അസംബന്ധങ്ങളായിരിക്കാം. അപ്പൊ നിങ്ങൾ പറയും നീ മിണ്ടാതെ പോയെന്ന് പറയും. ചില പാരന്റ്സ് പറയും പപ്പ വന്നിട്ട് പറഞ്ഞു തരാന്ന് പറയും. പപ്പ അല്ലെങ്കിൽ മമ്മ വന്നിട്ട് പറഞ്ഞു തരാന്ന് പറയും. അല്ലെങ്കിൽ ചോദിക്കും നീ അവിടെ പോയിരുന്നു പഠിച്ചേ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ടാസ്കിലേക്ക് ചെയ്തോ, ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, അമ്മമ്മയോട് ചോദിക്കൂ, അല്ലെങ്കിൽ ചേട്ടനോട് ചോദിക്കൂ. നമ്മളിങ്ങനെ പല ഉത്തരങ്ങൾ പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, ആ കുട്ടിയുടെ ഒരു ക്യൂരിയോസിറ്റി നഷ്ടപ്പെട്ടാണ്. നമുക്കറിയാം കുട്ടികളോട് ഒരു ഉത്തരം പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അടുത്ത ഉപചോദ്യം വരും, അല്ലെങ്കിൽ അവർക്ക് അതിനും കൂടെ ഉത്തരം കിട്ടേണ്ടി വരും. നിങ്ങൾ പറയുന്ന ഉത്തരം അവർക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നമുക്കറിയാം ചെറിയ കുട്ടികളോട് നമുക്കിപ്പോ നമ്മൾ എന്തിനാണ് ഇഞ്ചക്ഷൻ എടുക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇഞ്ചക്ഷൻ എടുക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്കൊരു ഉത്തരമൊന്നും ഉണ്ടാവില്ല. എനിക്ക് പനിയാണ്, ഗുളിക കുടിച്ചാൽ പോരെ, എന്തിനാണ് എനിക്ക് ഇഞ്ചക്ഷൻ ചെയ്യുന്നത്? ഇങ്ങനെ നമ്മുടെ കുട്ടികൾ ധാരാളം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. കാരണം ഒരു ലോജിക്കൽ ആയിട്ട് ഒരു ക്യൂരിയോസിറ്റി ഉള്ള കുട്ടികൾ ധാരാളം ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ചെറിയ പ്രായത്തിൽ തന്നെ പാരന്റ്സ് അതിനെ അവോയ്ഡ് ചെയ്യുന്നു, നെഗ്ലക്ട് ചെയ്യുന്നു. അതോടുകൂടി അല്ലെങ്കിൽ ചിലപ്പോ കുസൃതി ചോദ്യങ്ങളാണെങ്കിൽ നമ്മളൊരു അടി വെച്ചു കൊടുക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും കുട്ടി മനസ്സിലാക്കും ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല. ആ കുട്ടിയുടെ ആ ഒരു ഇന്റലിജൻസിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ആ പ്രായത്തിൽ തന്നെ നമ്മൾ അവിടെ ഡിമിനിഷ് ചെയ്യാണ്. സോ ഇത്തരം ആളുകൾക്ക് എത്തിപ്പെടാവുന്ന മേഖലകൾ എന്ന് പറയുന്നത്, ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്യാവുന്ന മേഖലകൾ എന്ന് പറയുന്നത് ഒരു മാത്സ് ടീച്ചേഴ്സ് ആവാം, അല്ലെങ്കിൽ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ടാക്സ് കൺസൾട്ടന്റ്, അക്കൗണ്ടന്റ്, ചാർട്ടേഡ് അക്കൗണ്ടന്റ്സ്, അല്ലെങ്കിൽ മെഡിക്കൽ റിസർച്ചേഴ്സ്, ഡോക്ടേഴ്സ് ആവാം, ആക്ച്വറിയൽ സയന്റിസ്റ്റുമാരായി മാറാം,
മാത്തമാറ്റീഷ്യൻസ്. നമുക്ക് എല്ലാവർക്കും അറിയാം ശകുന്തള ദേവിയെ, ഇന്ത്യയുടെ ഹ്യൂമൻ കാൽക്കുലേറ്റർ എന്നറിയപ്പെടുന്ന ശകുന്തള ദേവി. ശകുന്തള ദേവിയുടെ റെക്കോർഡ് ഏതാനും മാസങ്ങൾക്ക് മുമ്പേ ആന്ധ്ര എന്നുള്ള ഒരു പയ്യൻ ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പയ്യന്റെ പേര് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാം? അറിയുന്നവർ ടൈപ്പ് ചെയ്തോളൂ. ലെറ്റ്സ് മൂവ് ദ നെക്സ്റ്റ് പോയിന്റ്. നിങ്ങൾക്ക് ഈ ചിത്രത്തിലുള്ള ആളുകളെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഒരു 17 വയസ്സുള്ള ഒരു പയ്യനാണ്. നിങ്ങളൊന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കുക. കാരണം ഒരു ടാസ്ക് നിങ്ങൾക്ക് ഇരിക്കട്ടെ. ഗൂഗിളിന്റെ കാലത്ത് വിവരം എന്ന് പറയുന്നത്, ഇൻഫർമേഷൻ എന്ന് പറയുന്നത് നമ്മുടെ വിരൽത്തുമ്പിലുള്ളതാണ്. ഈ ചിത്രത്തിൽ കാണുന്ന, എന്റെ സ്ക്രീനിൽ കാണുന്ന ആരെയൊക്കെ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്? ഒന്ന് ചാറ്റ് ചെയ്യൂ പ്ലീസ്. സ്റ്റീഫൻ ഹോക്കിങ്സ്. യെസ്, കറക്റ്റ്, സ്റ്റീഫൻ ഹോക്കിങ്സ്. നമുക്കറിയാം ലോക പ്രശസ്തനായ ഒരു സയന്റിസ്റ്റ് ആണ് സ്റ്റീഫൻ ഹോക്കിങ്സ്. ആയിരുന്നു, മരിച്ചുപോയി. അതെ, ഐൻസ്റ്റീൻ, ആൽബർട്ട് ഐൻസ്റ്റീൻ. യെസ്, കറക്റ്റ്. താങ്ക് യു പ്രീജിത്ത്. താങ്ക് യു വിൻസെന്റ് മാത്യു സർ. ആൽബർട്ട് ഐൻസ്റ്റീൻ. ഓക്കെ ഓക്കെ. ദ തേർഡ് വൺ, മലയാളി ആയിട്ടുള്ള ഒരു ക്യാൻസർ സ്പെഷ്യലിസ്റ്റ്, ഒരു ഡോക്ടറാണ്. യെസ്, ഡോക്ടർ ഗംഗാധരൻ, ഡോക്ടർ പി വി ഗംഗാധരൻ. ഓക്കെ, താങ്ക് യു താങ്ക് യു. ദ ലാസ്റ്റ് വൺ, നിങ്ങൾക്ക് ലേഡി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഐൻസ്റ്റീൻ, ഡോക്ടർ ഗാർഡനർ, ഡോക്ടർ ഗംഗാധരൻ. യെസ് യെസ് യെസ്, കറക്റ്റ്. താങ്ക് യു ആശാമ, താങ്ക് യു വെരി മച്ച്. ദ ലാസ്റ്റ് വൺ, യെസ്, മേരി ക്യൂറി. യാ, യെസ് യെസ് യെസ്, താങ്ക് യു വെരി മച്ച്. ഇവരെല്ലാം ലോജിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ് വളരെ ഹൈ ആയിട്ടുള്ള ആളുകളായിരുന്നു. ഞാൻ ഇതുപോലെ നിരവധി ആളുകളുണ്ട്, നമുക്കറിയാം. കൂടുതൽ എക്സാമ്പിളിലേക്ക് പോകുന്നില്ല. നമ്മൾ അടുത്ത ഇന്റലിജൻസിലേക്ക്, മൂന്നാമത്തെ ഇന്റലിജൻസിലേക്ക് നീങ്ങാണ്. ഇത് മ്യൂസിക്കൽ ഇന്റലിജൻസ്. അതായത് ശബ്ദം അല്ലെങ്കിൽ സൗണ്ട്, മ്യൂസിക് ഒക്കെ കൈകാര്യം ചെയ്യാനും മനസ്സിലാക്കാനും ടോണുകളൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവുകൾ, താളാത്മകമായിട്ട് കാര്യങ്ങളെ കൊണ്ട് നടക്കുന്നു ഇത്തരം ആളുകൾ. നമുക്ക് ഇവരുടെ പ്രത്യേകതകൾ എടുത്ത് പരിശോധിച്ചാൽ, ചെറിയ പ്രായത്തിൽ നമ്മുടെ കുട്ടികള് ഭക്ഷണം കഴിക്കാൻ ഡൈനിങ് ടേബിളിൽ ഇരിക്കാറുണ്ട്. ഞാനൊരു കുട്ടി പറഞ്ഞ, കുട്ടിയല്ല, അവന്റെ ചെറിയ പ്രായത്തിലുള്ള ഒരു അനുഭവം ഒരു കുട്ടി ഒരിക്കലും എന്നോട് ഷെയർ ചെയ്യണ്ടായി ഒരു സെഷന്റെ ഇടയിൽ. അവന് ഡ്രം ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ വൈകിട്ട് അത്താഴത്തിന് ഇരിക്കുന്ന സമയത്ത്, ചെറുപ്പത്തിലൊരിക്കൽ, വളരെ ചെറിയ പ്രായത്തില് അവരുടെ വീട്ടിലെല്ലാരും കൂടെ ഒന്നിച്ചിട്ട് നിന്ന് അത്താഴം കഴിക്കാനിരിക്കുകയാണ്. വീട്ടിലൊരു ഗസ്റ്റും വന്നിട്ടുണ്ടായി. ഒരു കുടുംബത്തിൽപ്പെട്ട ഒരാൾ ഗസ്റ്റ് ഉണ്ട്. അപ്പൊ എല്ലാരും കൂടെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നു. നമുക്കറിയാം, ചില വീടുകളിൽ ആളുകൾ ഭക്ഷണത്തിന്റെ മുമ്പ് ദൈവത്തോട് കൂട്ടമായി പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാവരും കണ്ണടച്ച് പ്രാർത്ഥിക്കുന്നു. ഈ മോൻ അവന്റെ 6ാമത്തെ വയസ്സില് അവന് സ്പൂൺ എടുത്തിട്ട് എന്ത് ചെയ്യാണ്, ഈ പ്ലേറ്റിൽ ഇങ്ങനെ അറിയാതെ താളം പിടിക്കാൻ. നമുക്കറിയാം, സ്പൂൺ കൊണ്ട് പ്ലേറ്റിൽ തട്ടുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം ഡിഫറെന്റ് ആണ്. ഗ്ലാസ്സിൽ ആണ് തട്ടുന്നതെങ്കിൽ, അത് സ്റ്റീൽ ഗ്ലാസ് ആണെന്നുണ്ടെങ്കിൽ, മോന്താന്നൊക്കെ പറയല്ലോ, അതിലാണ് തട്ടുന്നതെങ്കിൽ ഡിഫറെന്റ് സൗണ്ട് ആയിരിക്കും. ഓരോടത്തും വ്യത്യസ്ത സൗണ്ടുകളായിരിക്കും. സോ മോൻ ഇത് ഇങ്ങനെ പതിയെ പതിയെ ചെയ്യുന്നു. ഇടയ്ക്കെങ്ങാണ്ടോ ആവേശത്തിൽ അറിയാതെ പ്ലേറ്റിൽ ഉറക്കെ ഒരു അടി അടിച്ചു പോയി. തൊട്ടടുത്തിരുന്ന അപ്പൻ ഒരൊറ്റ അടിയാണ് അവന്റെ തലക്ക്. ഈ മോനെ സംബന്ധിച്ചിടത്തോളം കുറെ വർഷങ്ങളോളം അതൊരു ഷോക്കായിരുന്നു. അവന് ഈ താളം വരുമ്പോ, കൈ എവിടെയെങ്കിലും താളം അടിക്കണം എന്ന് തോന്നുന്ന സമയത്ത് ആദ്യം ചിന്തയിലേക്ക് വരുന്നത് അപ്പന്റെ കയ്യിൽ നിന്ന് കിട്ടിയ ഒരു അടിയാണ്. എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ആ ഷോക്കിന്ന് ആ കുട്ടി പുറത്തു വന്നത്. പിന്നീട് ആള് ഒരു മ്യൂസിക്കല് കേരളത്തിലൊക്കെ അത്യാവശ്യം അറിയപ്പെട്ടു വന്ന് തുടങ്ങിയിട്ടൊക്കെ ഉണ്ട്. ഉറപ്പായിട്ടും ആള് ജീനിയസ് ആണ്, മുന്നോട്ട് വരിക തന്നെ ചെയ്യും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, എല്ലായിടത്തും പാരന്റിങ്ങിൽ നമുക്ക് വരുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്കുകളിൽ ഒന്നാണ് നമ്മളുടെ കുട്ടികളുടെ ഇന്റലിജൻസിനെ നമ്മൾ ആം ചെയ്യുന്നത്. നമുക്കത് ഡിപ്ലോമാറ്റിക് ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും. എന്തൊക്കെയാണ് ഇത്തരം ആളുകൾ? അവരെ സംബന്ധിച്ചിടത്തോളം ജീവിതം എന്ന് പറയുന്നത് തന്നെ താളാത്മകമായിട്ടായിരിക്കും. എല്ലാം അവർ ത്രൂ സൗണ്ട്സിലൂടെയാണ് മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കുന്നത്.
നമുക്കറിയാം സൗണ്ട്, നമുക്കെല്ലാം ഈ ഒരു ഇന്റലിജൻസ് ഉണ്ട്. നമുക്കെല്ലാം പാട്ടുകൾ കേൾക്കാൻ ഇഷ്ടമാണ്. ഇനിയിപ്പോ പാട്ട് കേൾക്കാൻ ഇഷ്ടമല്ലെങ്കിൽ കൂടെ നമുക്ക് ശബ്ദങ്ങൾ കൃത്യമായിട്ട് വേർതിരിച്ചറിയാൻ പറ്റുന്നു. പല രീതിയിലുള്ള താളങ്ങളെ നമുക്ക് അറിയാൻ പറ്റും. നമുക്കതില് ഇമോഷൻസും ഒക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലാണ് നമുക്ക് അതിന്റെ അടുത്തൊരു ലെവലിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്നത്. ഇന്റലിജൻസ് ഏറ്റവും ഹൈ ആയിട്ടുള്ള ആളെ സംബന്ധിച്ചിടത്തോളം അവരിതില് ലൈഫ് ഇമോഷൻസിനെ കണക്ട് ചെയ്യുന്നതുകൊണ്ട് അത് മെമ്മറിയിൽ എന്നും പെർമനന്റ് ആയിട്ട് നിൽക്കും. നമുക്കറിയാം മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നതിന്റെ പ്രധാന ഘടകങ്ങളൊന്നും ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മെമ്മറിയിൽ എല്ലായ്പ്പോഴും നിൽക്കുന്നു എന്നുള്ളതാണ്. എൻ്റെ ഒരു പരിചയക്കാരൊരു സുഹൃത്തുണ്ട്, എറണാകുളത്താണ്. അവര് മ്യൂസിക് ഉപയോഗിച്ചുകൊണ്ട് ട്രീറ്റ്മെന്റ് ചെയ്യുന്നു. നമുക്കറിയാം, നിങ്ങൾ പലയിടത്തും അതിന്റെ ആർട്ടിക്കിൾസ് ഒക്കെ വായിച്ചിട്ടുണ്ടായിരിക്കാം. സംഗീതത്തിന് ആളുകളെ ഹീൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളതാണ്. അതേ സംഗീതത്തിന് ആളുകളെ ഭ്രാന്ത് പിടിപ്പിക്കാൻ കഴിയും, നമ്മുടെ മൂഡ് മാറ്റാൻ കഴിയും. സോ അത് ഫീൽ ചെയ്യുന്ന ആ ഒരു സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾക്കാണ് അത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റുക. ഇതില് സ്ഥിരമായിട്ട് എറണാകുളത്ത് നമ്മുടെ ചങ്ങമ്പുഴ പാർക്കില്, എടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കില് മുമ്പ് കോവിഡിന് മുമ്പ് സ്ഥിരമായിട്ട് പ്രോഗ്രാം ഉണ്ടാകുമായിരുന്നു മ്യൂസിക് റിലേറ്റഡ് ആയിട്ട്. കേരളത്തിൽ പല ഭാഗങ്ങളിലും നടക്കുന്നുണ്ട്. സോ മ്യൂസിക്കലി ഇന്റലിജന്റ് ആയിട്ടുള്ള ആളുകൾക്കാണ് ഇതിന്റെ എല്ലാ സാധ്യതകളിലേക്കും പോകാൻ കഴിയുന്നത്. മ്യൂസിക്കലി സ്മാർട്ട് ആയിട്ടുള്ള അവരുടെ മുമ്പിൽ വരുന്ന നമ്മുടെ കുട്ടികളാണെങ്കിൽ, ഇനിയിപ്പോ നിങ്ങളാണെങ്കിലും ഇപ്പൊ നിങ്ങളുടെ ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു എബിലിറ്റീസ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു കരിയർ മാറാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലൊക്കെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് നിങ്ങളുടെ ലൈഫിൽ വളരെയധികം ഗുണം ചെയ്യും. എന്തൊക്കെയാണ് ഇത്തരക്കാർക്ക് പോസിബിൾ ആയിട്ടുള്ള കരിയേഴ്സ്? നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. സോങ് റൈറ്റേഴ്സ് ആയി മാറുന്നു, മ്യൂസിഷ്യൻസ്, സൗണ്ട് എഞ്ചിനീയേഴ്സ്, സൗണ്ട് കോച്ച്, സിംഗേഴ്സ്, നിരവധി ആളുകൾ. മ്യൂസിക് എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിലേക്കെല്ലാം ആദ്യം വരുന്ന ചിത്രം എ ആർ റഹ്മാന്റേതാണ്. ഈ സ്ക്രീനിലുള്ളവരെ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഒന്ന് പെട്ടെന്ന് ഒന്ന് ചാറ്റിൽ വരൂ പ്ലീസ്. എ ആർ റഹ്മാൻ, ഓക്കെ. നിങ്ങൾക്ക് അറിയുന്ന ഷോർട്ട് നെയിംസ് എഴുതിയാൽ മതി. ഓക്കെ ഓക്കെ, യെസ്. വിജയ്, ഓക്കെ വിജയ്, താങ്ക് യു ഷിജ മാം. റഹ്മാൻ ആൻഡ് വിജയ്, താങ്ക് യു ഫൈസൽ സാർ, താങ്ക് യു ഫോർ യുവർ പ്രോംപ്റ്റ് റെസ്പോൺസ്. ആ ഒരു ലേഡിയെ നിങ്ങൾ കണ്ടു കാണുമല്ലോ, ഫസ്റ്റിൽ കാണുന്ന, ഇടതുവശത്ത് ആദ്യം കാണുന്ന ആ ഒരു ലേഡിയെ. നമുക്കറിയാം, ഈ അടുത്തിടെ യൂട്യൂബിൽ ഹിറ്റായ, കോടിക്കണക്കിന് ആളുകൾ കണ്ട ഹിറ്റായിട്ടുള്ള ആര്യ ദയാൽ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ്. വളരെ പെട്ടെന്ന് ഇത്രയായിട്ടായിരുന്നു അവരുടെ വീഡിയോ വൈറലായി. കോടിക്കണക്കിന് ആളുകൾ, ഒരു 1.5 മാസത്തിന്റെ ഉള്ളില് കോടിക്കണക്കിന് ആളുകളാണ് അവരുടെ ആ ഒരു വീഡിയോ കണ്ടത്. കണ്ണും കണ്ണും എന്ന് പറയുന്നത്, കണ്ണോട് കാണുന്നതല്ല. എന്റെ മ്യൂസിക്കൽ ഇന്റലിജൻസ് വളരെ കുറവാണ്. കണ്ണോട് കാണുന്നതല്ല. സുഹേർ സാറിന് ആളുടെ വക്ക വരുന്നു. യെസ്, നമുക്ക് എല്ലാവർക്കും, മലയാളികൾക്ക്, നമ്മള് കഴിഞ്ഞ 94 ലോകകപ്പാണെന്ന് തോന്നുന്നു, അതോ 98 വക്ക എന്ന് പറയുന്ന അവർ പാടിയ പാട്ട് ഹിറ്റായിരുന്നു. അവരെ ലോകത്തിന്റെ നെറുകയിലേക്ക് എത്തിച്ച ഷാക്കിറ, ആര്യ ദയാൽ, വിജയ് യേശുദാസ്. നമുക്കറിയാം, മഹാനായ ഒരു സംഗീതജ്ഞന്റെ മകനാണ് അദ്ദേഹം. ഈ പ്രായത്തിലും അദ്ദേഹം നിരന്തരം പ്രാക്ടീസ് ചെയ്യാറുണ്ട്. എല്ലാ ദിവസവും, ഒട്ടുമിക്ക ദിവസങ്ങളിലും അദ്ദേഹം മണിക്കൂറുകളോളം ഇപ്പോഴും സംഗീതം പ്രാക്ടീസ് ചെയ്യാറുണ്ട്. പലരും പറയുന്നേക്കാം, യേശുദാസ് ഒക്കെ വിരമിക്കണം, പുതിയ ജനറേഷൻ അവസരം കൊടുക്കണം. പുതിയ ജനറേഷനിൽ എത്ര പേര് ഡെയിലി 5-6 മണിക്കൂറൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ വില്ലിങ്ങുണ്ട്. അദ്ദേഹം ഇന്നും ചെയ്യുന്നുള്ളത് കൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇന്നും ആ പൊസിഷനിൽ നിൽക്കുന്നത്. സോ അടുത്ത ഇന്റലിജൻസ്, വിഷ്വൽ ആൻഡ് സ്പേഷ്യൽ. നമുക്കറിയാം, ഒരു ത്രിമാന ചിത്രങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ആളുകൾ, അവര് മനസ്സിൽ കണ്ടത്, അല്ലെങ്കിൽ അവര് കണ്ട കാര്യങ്ങൾ അവർ മനസ്സിൽ ദൃശ്യവൽക്കരിക്കുകയും അതിന് അവര് രൂപം കൊടുക്കാൻ ചെയ്യുകയും കഴിവാണ്. അപ്പൊ ശില്പിയാണ്, അവരെന്ത് ചെയ്യുന്നു?
ഒരു കല്ല് കണ്ടു കഴിഞ്ഞാൽ അതിന്ന് ഏതൊക്കെ പാർട്ടുകൾ ഒഴിവാക്കിയാൽ അത് മനോഹരമായ ഒരു ശില്പമാക്കി മാറ്റാം എന്നുള്ളതാണ്. സത്യത്തിൽ കല്ലിൽ നിന്നും ശില്പം കണ്ടെടുക്കുകയല്ല ചെയ്യുന്നത്. കല്ലിൽ നിന്നും വേസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ അവര് കൊത്തിക്കളയുമ്പോഴാണ് മനോഹരമായ ശില്പം ഉണ്ടാവുക. നമ്മൾ കേരളീയരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങൾ ഏറ്റി നടക്കുന്നത് കൊണ്ടാണ് നമ്മൾ ലൈഫിലൊന്നും സക്സസ് ആവാതെ പോകുന്നത്. ഇമോഷണൽ ബാഗേജും അനാവശ്യമായിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ കൊണ്ടു നടക്കുന്നുണ്ട്. നോക്കിയാൽ അറിയാം, നിരവധി കാര്യങ്ങൾ, ഒരാവശ്യവുമില്ലാത്ത ചിന്തകള് അല്ലെങ്കിൽ വിരോധങ്ങള്, ദേഷ്യം, ആളുകളോടുള്ള വൈരാഗ്യം, ഇങ്ങനെ തുടങ്ങി കുറെ കാര്യങ്ങൾ കൊണ്ട് നടക്കുമ്പോഴാണ് നമ്മുടെ ലൈഫ് നമ്മുടെ ഒരു സക്സസിലേക്ക് എത്താതെ പോകുന്നത്. ആക്ച്വലി നമ്മുടെ സബ്ജക്റ്റ് അല്ല. സോ ഇത്തരം ആളുകളെ നമുക്ക് അവരെ മനസ്സിലാക്കി എടുക്കാൻ പറ്റും. എന്തൊക്കെയാണ് അവരുടെ കൃത്യമായിട്ട് അവർ പെർഫോം ചെയ്യുന്ന മേഖല എന്ന് പറയുന്നത്? മാപ്പുകൾ ഐഡന്റിഫൈ ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും അവരെ സംബന്ധിച്ചിടത്തോളം. ഐ ഹാൻഡ് കോർഡിനേഷൻ വെരി ഇമ്പോർട്ടൻറ്റ്. കാണുന്നതും ചെയ്യുന്നതും ഐ ഹാൻഡ് കോർഡിനേഷൻ വരുന്നത് ചിത്രങ്ങളെ ത്രിമാന രൂപത്തിൽ കാണാനും അത് അതുപോലെ ക്രിയേറ്റ് ചെയ്യാനും കഴിയും. അവരെ സംബന്ധിച്ചിടത്തോളം പസിലുകളൊക്കെ വളരെ ഈസി ആയിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. വളരെ എളുപ്പത്തിൽ വിഷ്വലായിട്ടുള്ള വരുന്ന ജിഗ്സോ പസിൽസ് ഒക്കെ അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ഈസി ആയിരിക്കും. മാത്രമല്ല അവര് ഫൈൻ മോട്ടോർ സ്കിൽസിൽ എക്സലന്റ് ആയിരിക്കും. കാരണം ഐ ഹാൻഡ് കോർഡിനേഷൻ വരുമ്പോൾ നമുക്കറിയാം ഗ്രോസ് മോട്ടോർ സ്കിൽസും ഉണ്ട്, ഫൈൻ മോട്ടോർ സ്കിൽസും ഉണ്ട്. രണ്ടുമുണ്ട് നമ്മുടെ കുട്ടികൾക്ക്. ഓടുക, ചാടുക, മരം കയറുക എന്നൊക്കെ പറയുന്നത് ഗ്രോസ് മോട്ടോർ സ്കില്ലുകളാണ്. ദെൻ ഫൈൻ മോട്ടോർ സ്കിൽസിൽ വരുന്നു ചെറിയ കാര്യങ്ങൾ, എഴുതുക, പേന പിടിക്കുക, ചെറിയ ചെറിയ കാര്യങ്ങൾ, ഷർട്ടിന്റെ ബട്ടൺസ് ഇടുക. ചില കുട്ടികൾക്ക് അതൊക്കെ പ്രയാസമായിരിക്കും. സോ ഇത്തരം ആളുകൾക്ക് എന്തെല്ലാമാണ് പോസിബിൾ ആയിട്ടുള്ള കരിയർ ഓപ്ഷനുകൾ? ആർക്കിടെക്റ്റായി മാറാം, ആർട്ടിസ്റ്റായി മാറുന്നവരുണ്ട്. നേരത്തെ പറഞ്ഞു ശില്പികൾ, മനോഹരമായ ശില്പങ്ങൾ കൊത്തിയെടുക്കുന്നത്. ഇന്റീരിയർ ഡെക്കറേറ്റേഴ്സ്, ഇന്റീരിയർ ഡിസൈനേഴ്സ് ഉണ്ടായിരിക്കും. സീംസ്ട്രസസ്, അതായത് നമ്മുടെ വ്യത്യസ്തമായ രീതിയിലുള്ള എംബ്രോയിഡറി ചെയ്യുന്ന ആളുകള്, ബ്യൂട്ടീഷ്യൻസ്, കാർപ്പന്റേഴ്സ് ആയിട്ടുള്ള ആളുകൾ. കാർപ്പന്റേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പല രീതിയിലുണ്ടായിരിക്കാം. അവരുടെ ഇന്റലിജൻസ് ഭംഗിയായിട്ട് ഉപയോഗിക്കുന്നവരെ ഒരു മരം ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നല്ല നല്ല ഡിസൈനിലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും. ആർട്ട് ടീച്ചർ ആവാൻ പറ്റും, കാരണം വിഷ്വൽ സ്പേഷ്യൽ ഇന്റലിജൻസ് കൂടുതലുള്ള ആളുകളാണ്. ദെൻ സാൻഡ് ആർട്ടിസ്റ്റ്, മ്യൂസിക്കിന്റെ ഒക്കെ സഹായത്തോടു കൂടി എത്രയോ മനോഹരമായിട്ട് സംഗീതത്തിലൊക്കെ ലയിപ്പിച്ചുകൊണ്ട് സാൻഡ് ആർട്ട് ചെയ്യുന്നവരെ നമുക്കറിയാം. അവരുടെയൊക്കെ വീഡിയോ ഒക്കെ വൈറലായി മാറാറുണ്ട്, കാരണം ആളുകൾക്ക് അത് കാണാൻ ഇഷ്ടമാണ്. സിനിമ ഡയറക്ടേഴ്സ്, ഒരിക്കൽ ഇപ്പൊ നമുക്കറിയാം ചില ആളുകളോട് വഴി ചോദിച്ചു കഴിഞ്ഞാൽ അവര് നമ്മളോട് പറയും പോസ്റ്റ് ഓഫീസിന്റെ ബാക്കിലൂടെ പോയാൽ മതി എന്ന് പറയും. പുറത്തുനിന്ന് വന്ന ഒരാൾ, അന്യനാട്ടിൽ നിന്ന് വന്ന ഒരാൾ നമ്മളോട് ചോദിക്കണം, ഒരാളുടെ വീട് ചോദിക്കുകയാണ്. ഇപ്പൊ ജോബി ചേട്ടന്റെ വീട് എവിടെയാണെന്ന് ചോദിക്കുമ്പോ പറയാണ്, അത് അങ്ങനെയാണ് പോയിട്ട് മുരുകന്റെ ചായക്കടയുടെ ബാക്കിലൂടെ പോയിട്ട് 3ാമത്തെ വീടാണെന്ന് പറയും. ഈ മുരുകന്റെ ചായക്കട എവിടെയാണ്? അത് ജോബി ചേട്ടന്റെ വീടിന്റെ എത്തുന്നതിന്റെ മുമ്പാണ്. വഴി പറഞ്ഞു കൊടുക്കുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആളുടെ ഒരു വിഷ്വൽ സ്പേഷ്യൽ ഇന്റലിജൻസ്. ചില ആളുകൾ ഒരിക്കൽ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നമുക്കത് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അവിടേക്ക് നമ്മളെ എത്തിപ്പെടും. നമുക്ക് പിന്നെ ഒരു കൺഫ്യൂഷനോ ഒരു സംശയത്തിന് ഇടയുണ്ടാവില്ല. അതിനു വേണ്ടിയിട്ട് ചില ആളുകൾ 25 തവണ പോയാലും 26ാമത്തെ തവണ പോകുന്ന സമയത്ത് എന്താവും, വഴി തെറ്റും. കാരണം ഇറ്റ്സ് ഡിപ്പെൻഡ്സ് ഓൺ വിഷ്വൽ സ്പേഷ്യൽ ഇന്റലിജൻസ്. സ്കെച്ച് ആർട്ടിസ്റ്റ്, ഇങ്ങനെ ധാരാളം കരിയർ ചോയ്സുകളുണ്ട്. സ്ക്രീനിൽ കാണുന്നവരെ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഞാൻ ഇതിൽ നോക്കുമ്പോൾ ഇഷ്ടംപോലെ വിഷ്വൽസ് ഉണ്ടായിരുന്നു. ഞാൻ ചുരുക്കിയിട്ട് 2-3 പേരിലേക്ക് ചുരുക്കിയതാണ്. പെട്ടെന്നൊന്ന് റെസ്പോണ്ട് ചെയ്യൂ പ്ലീസ്. നിങ്ങൾക്ക് സ്ക്രീനിൽ ആരൊക്കെയാണ് കാണുന്നത്? നിങ്ങൾക്ക് അവരെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഫൈസൽ സാറ് പറയുന്നു നോ. ഓക്കെ താങ്ക് യു വെരി മച്ച്. ഏറ്റവും തലക്കെ കാണുന്ന ആള് ആർട്ടിസ്റ്റ് നമ്പൂതിരിയാണ്. ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ ഒരു കാരിക്കേച്ചറാണ് അദ്ദേഹത്തെ കുറിച്ചിട്ടുള്ളത്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം ആർട്ടിസ്റ്റ് എന്ന വാക്ക് ആദ്യം ഉപയോഗിക്കുന്നത് നമുക്കറിയാം നമ്പൂതിരി സാറിന്റെ ഇതിലാണ്. കാരിക്കേച്ചർ ആർട്ടിസ്റ്റ് ആണ്. നടുവിൽ കാണുന്നത്
വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഇന്ത്യൻ ബ്യൂട്ടീഷ്യൻ ആണ്. ക്ലൂ കിട്ടിയ സ്ഥിതിക്ക് നിങ്ങൾക്ക് അവരുടെ പേര് ഓർത്തെടുക്കാൻ കഴിയും. ഞാൻ പല ഏജ് അംബിക, യെസ് അംബിക പിള്ള. അംബിക പിള്ളയാണ്. ഞാൻ കുറച്ച് പഴയ ഏജിലുള്ള ഫോട്ടോ ആണ് വെച്ചിട്ടുള്ളത്. ദ ലാസ്റ്റ് വൺ, ആ ഒരു റെഡ് ബ്ലാങ്കറ്റ് അല്ല, ഡ്രസ്, അത് പിടിച്ചു നിൽക്കുന്ന ആ ഒരു ലേഡിയെ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്നുണ്ടോ? ഞാനൊരു ക്ലൂ തരാം. ഷീസ് ഒരു ബ്രിട്ടീഷ് ഇറാഖി വംശജയായിട്ടുള്ള ഒരു ലേഡിയാണ്. ലോകപ്രശസ്തമാണ്. ഒരു മേഖലയിൽ അവർ ലോകത്ത് ഏറ്റവും മികച്ചതെന്ന് പറയാവുന്ന ഒരാളായിരുന്നു. അവർ ക്രിയേറ്റ് ചെയ്ത ബിൽഡിങ്ങുകളുണ്ട്, കെട്ടിടങ്ങള്, ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് കണ്ണെടുക്കാൻ കഴിയില്ല. ആർക്കിടെക്റ്റിന്റെ ലോകത്തെ കുലപതി എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന, മരിച്ചുപോയി, 2013-16 കണ്ടോ മരിച്ചുപോയി. ഏറ്റവും മഹത്തായ സൃഷ്ടികൾ ലോകത്ത് സൃഷ്ടിച്ചു പോയ നിരവധി കെട്ടിടങ്ങളൊക്കെ ഉണ്ട്. അവരുടെ പേര് സാഹ ഹദീദ് എന്നാണ്. നമ്മൾ ഒറ്റടിക്ക് പറയുകയാണെങ്കിൽ, തിരിച്ചു പറയുകയാണെങ്കിൽ സാഹ, ZAHA, സാഹ ഹദീദ്, സാഹ ഹദീദ് എന്നാണ് ഒറ്റടിക്ക് പറയാം. ഇപ്പൊ ഗൂഗിൾ ചെയ്യേണ്ട, പിന്നെ ഒഴിവുള്ള സമയത്ത് ഗൂഗിൾ ചെയ്താൽ മതി. സാഹ ഹദീദ് ലോകത്തിലെ ഏറ്റവും വലിയ, ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ ഒരു 10 പേരെടുത്തു കഴിഞ്ഞാൽ അതിൽ അവരുടെ പേരുണ്ട്, സാഹ ഹദീദ്. സോ വിഷ്വൽ സ്പേഷ്യൽ ഇന്റലിജൻസ് നമുക്കറിയാം. എമറാൾഡ് ബിൽഡേഴ്സിന്റെ ബുർജ് ഖലീഫ ഒക്കെ മൈൻഡ് പവർ ട്രെയിനിങ്ങിലൊക്കെ ആദ്യം പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ഇതെല്ലാം വിഷ്വലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നത് നിങ്ങൾക്ക് നേടിയെടുക്കുന്നതിന്റെ ഭാഗമായി. ഇസ് എ ട്രൂ? നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അതവിടെ കിടന്ന് വളർന്ന് വലുതായി നമുക്കതിന് രൂപം കൊടുക്കാൻ കഴിയും എന്നുള്ളതാണ്. ബോഡിലി കിനസ്തെറ്റിക് ഇന്റലിജൻസ്, അത്ലറ്റ് ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ നമ്മുടെ ശരീരം ഏത് രീതിയിലും സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാനുള്ള ഒരു കഴിവാണ് ഇത്തരക്കാരുടേത്. മെയ്വഴക്കം എന്നൊക്കെ നമ്മൾ പറയും. നമ്മുടെ കളരിയിലൊക്കെ പോകുന്ന സമയത്ത് ആദ്യം കുട്ടികളെ മെയ്വഴക്കം ഉണ്ടാക്കിയെടുക്കാനാണ് പഠിപ്പിക്കുക. ചിലർ സ്റ്റിഫായിട്ടുണ്ടായിരിക്കും. സോ ഒരു ഫ്ലെക്സിബിൾ ബോഡി മൂവ്മെന്റ്സ് ആയിരിക്കും, ഒരു താളാത്മകമായിട്ട്. അവര് പല മേഖലയിലും നമുക്ക് അവരെ കാണാൻ പറ്റും. അവർ ആക്ടേഴ്സ് ആയിരിക്കും, സ്വിമ്മിങ് അവർക്ക് മാച്ച് ആയിട്ടുള്ള ആളുകളായിരിക്കും, ജിംനാസ്റ്റിക് ഒക്കെ. അവരൊക്കെ കാലും കൈയൊക്കെ വളക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മള് അന്തം വിട്ടുപോകും. ഇത് എങ്ങനെ, എവിടെ, ഇത് പൊട്ടൂലെ ഒടിയൂല എന്നൊക്കെ തോന്നിപ്പോകും. വല്ല റബ്ബർ വളയുന്ന പോലെയാണ്. നദിയ കോമനോച്ചിയുടെ പ്രകടനമൊക്കെ കണ്ടിട്ടുള്ളവർക്കറിയാം. ജിംനാസ്റ്റിക്സില് 10 out of 10 നേടിയ നദിയ കോമനോച്ചിയുടെ ഒക്കെ ആ ഒരു പ്രകടനമൊക്കെ എടുത്ത് കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം. ഇപ്പൊ അതിലും കൂടുതലൊക്കെ പെർഫോം ചെയ്യുന്നവരുണ്ട്. പക്ഷെ ടെക്നോളജി ഇത്ര വരാത്ത കാലത്ത്, ഇത്രയധികം പോസിബിലിറ്റീസ് ഇല്ലാത്ത കാലത്ത് അവരുടെ പെർഫോമൻസ് നമ്മളൊന്ന് കാണേണ്ടത് തന്നെയാണ്. മാർഷൽ ആർട്ടിസ്റ്റുകൾ, ഫുട്ബോൾ പ്ലേയേഴ്സ്, ക്രിക്കറ്റ് പ്ലേയേഴ്സ്, ഇങ്ങനെ പല മേഖലകളിലാണ് നമുക്ക് അവരുടെ കാണാൻ പറ്റും. ബോഡിലി കിനസ്തെറ്റിക്, അവർ ഫീലിംഗ് ഓറിയന്റഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും. അവരുടെ ബോഡി അല്ലെങ്കിൽ ഗട്ട് ഫീലിംഗ് ആണ് അവർക്ക് പ്രധാനമായിട്ട് നിൽക്കുന്നത്. അവര് ഗ്രൂപ്പ് സ്പോർട്സ് ആക്ടിവിറ്റീസുകൾ, സ്വിമ്മിങ് ആക്ടിവിറ്റീസ്, ഡാൻസ്, ഇങ്ങനെ പല പല മേഖലകളിലായിരിക്കും എന്ത് ചെയ്യുന്നത്, അവർക്ക് ഇഷ്ടം കാണിക്കുന്നത്. ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. അവരുടെ ചിന്തയും ബോഡിയും, അതായത് ബോഡിയും മൈൻഡും തമ്മിൽ ഒരു ഭയങ്കര ഒരു ഹാർമണി ഉണ്ടായിരിക്കും. ഡാൻസേഴ്സിനെ കണ്ടിട്ടില്ല, എത്ര സിമ്പിൾ ആയിട്ടായിരിക്കും, അനായാസമായിട്ടായിരിക്കും മൂവ് ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും കൊണ്ടും കഴിയില്ല, പക്ഷെ നമുക്ക് നമ്മുടെ ബോഡി മൂവ് ചെയ്യിപ്പിക്കാൻ പറ്റും. ഇതെല്ലാം ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് സ്കില്ലുകളെല്ലാം നമുക്ക് അക്വയർ ചെയ്യാൻ പറ്റും. ഏറ്റവും തുടക്കത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് എല്ലാ സ്കില്ലുകളും അക്വയർ ചെയ്തെടുക്കാൻ പറ്റും. അവിടെയാണ് ഞങ്ങളൊക്കെ ചെയ്യുന്നത്. ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് ആവശ്യമായ സ്കില്ലുകൾ അക്വയർ ചെയ്യാൻ പാരന്റ്സിനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങൾ ഗ്രോളിയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാന്ദർഭികമായി പറഞ്ഞതാണ്. കിനസ്തെറ്റിക് ആയിട്ടുള്ള ആളുകൾക്കുള്ള ഒരു പോസിബിൾ കരിയർ ചോയ്സ് എന്ന് പറയുന്നത് അവർക്ക് ഡാൻസേഴ്സ് ആയിരിക്കും. അവര് നല്ല നടന്മാരായി മാറും. കാരണം ബോഡി അത്രയും ഫ്ലെക്സിബിൾ ആയിട്ട് യൂസ് ചെയ്യുന്നവരായിരിക്കും. പ്രൊഫഷണൽ അത്ലറ്റുകൾ, നമുക്കറിയാം ഉസൈൻ ബോൾട്ടിനെ പോലുള്ള ആളുകൾ, എത്ര ഫാസ്റ്റ് ആയിട്ടാണ് അവർ നിരന്തരമായ പരിശീലനങ്ങളിലൂടെ ബോഡിയെ പ്രിപ്പയർ ചെയ്ത് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ നിൽക്കുന്നു. അവര് കിനസ്തെറ്റിക് ആയിട്ടുള്ള ഏത് മേഖലയിൽ പോയാലും അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റും. ഉസൈൻ ബോൾട്ട് ഫുട്ബോൾ കളിക്കാൻ ഇറങ്ങിയാൽ അടിപൊളിയായിട്ട് ഫുട്ബോൾ കളിക്കുന്നു. നമുക്കറിയാം ധോണി ഫുട്ബോൾ കളിക്കുന്ന, ബേസ്ബോൾ കളിക്കുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട്. സ്പോർട്സ് ആക്ടിവിറ്റികൾ, ഫുട്ബോൾ പ്ലേയേഴ്സ്, കൊറിയോഗ്രാഫേഴ്സ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സ്, കോച്ചുമാര്. സോ ഇത്തരം ആളുകൾ അവരുടെ
ബോഡിലി കിനസ്തറ്റിക് ഇന്റലിജൻസ് ഉപയോഗിക്കുന്നവരാണ്. നിങ്ങൾക്ക് ചിത്രത്തിൽ കാണുന്ന ആളുകളെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഒരാള് ജസ്റ്റ് ഒരു ഫിസിയോതെറാപ്പിയുടെ ഒരു ഫോട്ടോ മാത്രമാണ്, അതിനൊട്ടും പ്രാധാന്യമില്ല. ഞാൻ ആ ഒരു കിനസ്തറ്റിക് കാണിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഏറ്റവും അടിയിലെ ആ ഒരു ഫോട്ടോ. ആ ലേഡി ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് ആണ്. ബാക്കിയുള്ള രണ്ടുപേരെ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇതിനകത്ത് ഇഷ്ടംപോലെ പിക്ചേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ അവസാനം കൺഫ്യൂഷൻ ആയിരുന്നു എത്ര ഫോട്ടോ. കൂടുതൽ ഫോട്ടോസ് ഉൾക്കൊള്ളുമ്പോൾ സമയം പരിമിതി ഉള്ളത് കൊണ്ട് കൂടുതൽ ഫോട്ടോസ് ഉൾപ്പെടുത്താൻ പറ്റിയതാണ്. മുഹമ്മദ് സാർ, ഓക്കെ, താങ്ക് യു. യെസ് മാത്രം വന്നത് ആ ഒരു പേരിന്റെ ആദ്യത്തെ അക്ഷരമായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. യെസ്, സാനിയ മിർസ ആൻഡ് മറഡോണ. നമ്മുടെ ഇഷ്ട താരങ്ങൾ എന്ന് പറയുന്നത് നമുക്കറിയാം, മറഡോണയൊക്കെ പഴയ സ്കൂളിന്റെ ആളുകളാണ്. നമ്മളൊക്കെ പഴയ സ്കൂൾ ആയതുകൊണ്ടായിരിക്കാം. ഇത്രയും ടെക്നോളജി വരാത്ത കാലത്ത് ഇന്ന് റൊണാൾഡോ, മെസ്സി തുടങ്ങിയവരൊക്കെ പെർഫോം ചെയ്യുമ്പോൾ നമുക്ക് കാണാം. ടെക്നോളജി ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ അത്രയും സപ്പോർട്ടോട് കൂടിയിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ടെക്നിക്കൽ ഫുട്ബോൾ ഒക്കെയാണ് കളിക്കുന്നത്. അവിടങ്ങളിലാണ് മറഡോണയെ പോലുള്ളവരുടെ യഥാർത്ഥമായ പ്രതിഭാസ്പർശം നമ്മൾ തിരിച്ചറിയുന്നത്. സാനിയ മിർസ ഇന്ത്യയുടെ അഭിമാനമായിരുന്ന ഇന്ത്യൻ ടെന്നീസിന് ഒരു പുതിയ മുഖം നൽകിയ അത്ലറ്റാണ്. നിങ്ങൾക്ക് കേരളത്തിൽ നിന്നുള്ള ഏറ്റവും ഫേമസ് ആയിട്ടുള്ള 1-2 അത്ലറ്റുമാരുടെ പേര് പറയാൻ പറ്റും? സ്പോർട്സ് മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിൽ നിന്നുള്ള ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ആളുകൾ മാക്സിമം പെട്ടെന്ന് ടൈപ്പ് ചെയ്യും. ആദ്യത്തെ പേരായാലും മതി, ഷോർട്ട് നെയിം എഴുതിയാലും മതി. ഉഷ, PT ഉഷ. അതെ, നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനം. നമുക്കറിയാം, ഒളിമ്പിക്സിൽ 100-1 സെക്കൻഡിന്റെ അംശത്തിൽ വെള്ളി മെഡൽ നഷ്ടപ്പെട്ട ഇന്നും ഇന്ത്യക്കാരുടെ ഒരു വേദനയാണത്. PT ഉഷ, ഓക്കെ. IM വിജയൻ, ഇന്ത്യൻ ഫുട്ബോളിന്റെ കേരളത്തിന്റെ അഭിമാനം, കറുത്ത മുത്ത് എന്നറിയപ്പെടുന്ന. 1997 മറ്റോ JCTക്ക് വേണ്ടിയിട്ട് IM വിജയൻ കോഴിക്കോട് നിന്ന് ഒരു ബൈസിക്കിൾ കിക്ക് നേടിലൂടെ ഒരു ഗോൾ നേടുന്നതിന്റെ ഒരു ഫോട്ടോ മാതൃഭൂമി പത്രത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. ഫുട്ബോളുമായിട്ടൊക്കെ പ്രേമിക്കുന്ന ആരോട് പറയുമ്പോഴും അവർക്ക് ആ നിമിഷങ്ങൾ ഇപ്പോഴും ഓർമ്മ വരും. ഒരു ചുവന്ന ജേഴ്സി ഇട്ടിട്ട് കയ്യിലൊരു ചെറിയ പ്ലാസ്റ്ററൊക്കെ ആയിട്ട്, വൈറ്റ് പ്ലാസ്റ്ററൊക്കെ ആയിട്ട് IM വിജയൻ ബൈസിക്കിൾ കിക്കിലൂടെ ഗോൾ നേടുന്നത്. നിരവധി പേരുണ്ട്. നിങ്ങൾക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ കഴിയില്ല, എനിക്കറിയാം. താങ്ക് യു ഫോർ യുവർ കോപ്പറേഷൻ. ഇന്റർപേഴ്സണൽ ആളുകളെ മാനേജ് ചെയ്യുക, കൂട്ടങ്ങളെ മാനേജ് ചെയ്യുക, ആളുകളുമായിട്ട് നന്നായിട്ട് ഇടപഴകാൻ കഴിയുക, നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കും, നല്ല മീഡിയേറ്റേഴ്സ് ആയിരിക്കും, കൃത്യമായിട്ട് ആളുകളെ കറക്റ്റ് ആയിട്ട് ലീഡ് ചെയ്യുന്ന ലീഡേഴ്സ് ആയിരിക്കും, ആളുകളുമായിട്ട് ഇഴകിച്ചേർന്ന്. അതാണ് ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് ഉള്ള ആളുകളുടെ ഒരു പ്രത്യേകത. നമുക്ക് അവരെ കമ്പനികളുടെ മാനേജർമാരായിട്ട് കാണാൻ പറ്റും, HR മാനേജേഴ്സ്, പൊളിറ്റിക്കൽ ലീഡേഴ്സ് ആയിട്ട് കാണാൻ പറ്റും, റിലീജിയസ് ലീഡേഴ്സ് ഒക്കെ ആയിട്ടുള്ള ആളുകളെ, ആൾക്കൂട്ടങ്ങളെ എത്ര മനോഹരമായിട്ട് ഒരു വാക്കിലൂടെ, ഒരു നോക്കിലൂടെ, ഒരു ചലനത്തിലൂടെ ഒക്കെ ഒരു കൂട്ടം ആളുകളെ നിയന്ത്രിക്കാനുള്ള കഴിവുള്ള ആളുകൾ, പീപ്പിൾ മാനേജ്മെന്റ്. നമുക്കറിയാം, അവരെ സംബന്ധിച്ചിടത്തോളം ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുക, ആളുകളിൽ നിന്ന് റിസൾട്ട് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതൊക്കെ വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ്. അവര് എഫക്റ്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേറ്റേഴ്സ് ആയിരിക്കും, നല്ല ലീഡേഴ്സ് ആയിരിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം നെഗോസിയേഷനും എല്ലാം വളരെ ഈസി ആയിട്ട് അവർക്ക് ചെയ്തെടുക്കാൻ പറ്റും. എന്താണ് അവർക്കുള്ള ഒരു കരിയർ പോസിബിലിറ്റീസ്? നമുക്കറിയാം, പൊളിറ്റിക്കൽ ലീഡേഴ്സ് ആവാം, റിലീജിയസ് ലീഡേഴ്സ് ആവാം. പൊളിറ്റിക്കൽ ലീഡേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ ഇപ്പൊ ഈ അടുത്തിടെ നെറ്റ്ഫ്ലിക്സിൽ വന്ന ഒരു വൈറ്റ് ടൈഗർ എന്ന് പറഞ്ഞ സീരീസിൽ ആ ഒരു പയ്യ പറയുന്ന ഒരു ഡയലോഗ് ഫേമസ് ആണല്ലോ, ഇന്ത്യയിൽ പണക്കാരനാവാൻ 2 വഴികളേ ഉള്ളൂ, ഒന്നുകിൽ പൊളിറ്റീഷ്യൻ ആവുക, അല്ലെങ്കിൽ ക്രിമിനൽ ആവുക. ഒരു നെഗറ്റീവ് മെസ്സേജ് ആണ്. പക്ഷെ നമുക്കറിയാം, വളരെ നല്ല രീതിയിൽ പൊളിറ്റിക്സിൽ മുന്നോട്ട് പോകുന്ന ഇഷ്ടംപോലെ ആളുകളുണ്ട്, സമൂഹത്തോട് സേവനം ചെയ്യണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി മുന്നോട്ട് പോകും. റിലീജിയസ് ആയിട്ടുള്ള ലീഡേഴ്സായി മാറുന്നു, ടീച്ചേഴ്സ് ആവുന്നു, പ്രിൻസിപ്പൽസ്. ആരുടെയോ മൈക്ക് ഉണ്ട്, ഒന്ന് ചെക്ക് ചെയ്തിട്ടൊന്ന് മ്യൂട്ട് ചെയ്യൂ, അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്യാം. അബി, ഓക്കെ, താങ്ക് യു വെരി മച്ച്, താങ്ക് യു. സോ നേരത്തെ നമ്മൾ പറഞ്ഞ ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസുമായി കണക്ട് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും, TV ഷോ അല്ലെങ്കിൽ റേഡിയോ ടോക്ക് ഷോകളൊക്കെ ഹോസ്റ്റ് ചെയ്യുന്ന ആളുകള്,
സെയിൽസ് പീപ്പിൾ. സെയിൽസിന് നമുക്കറിയാം ആളുകളുമായിട്ട് നല്ല റാപ്പോ ബിൽഡ് ചെയ്യാം, വളരെ പെട്ടെന്ന് റാപ്പോ ബിൽഡ് ചെയ്യുന്നു. സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ആളുകൾ, റിസർച്ചേഴ്സ്, കൗൺസിലേഴ്സ്, ഇങ്ങനെ. പൊളിറ്റീഷ്യൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം കേരള രാഷ്ട്രീയത്തിലെ 2 അധികായകന്മാർ ആരൊക്കെയാണ്? ഇ.കെ. നായനാരും കെ. കരുണാകരനും. ദ ലാസ്റ്റ് വൺ ഈസ് നമ്മുടെ ഒരു കേന്ദ്ര മിനിസ്റ്റർ സ്മൃതി ഇറാനി. ദെൻ ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ്. ഇത് ആളുകളുടെ ഇൻഡിവിജ്വൽ എബിലിറ്റി, അതായത് സ്വയം ഒരു തിരിച്ചറിവ്, സെൽഫ് അവയർനെസ്, ഒരു സോട്ട് അനാലിസിസ് ഒക്കെ നടത്താനുള്ള കഴിവ്, അതുപോലെ ഐഡിയ ഉള്ള ആളുകള്, വ്യക്തമായ ലക്ഷ്യങ്ങൾ, ഡ്രീംസ്, സ്വപ്നങ്ങളും ഗോളുകളൊക്കെ ഉള്ള ആളുകൾ, അവർക്ക് അവരുടേതായ ഫീലിങ്ങുകളൊക്കെ ഉണ്ടായിരിക്കും. ഇൻട്രാപേഴ്സണൽ സ്കില്ല് കൂടുതലുള്ള ആളുകളായിരിക്കും. അവരൊക്കെ ഗോൾ സെറ്റ് ചെയ്യുന്നവര്, അതുപോലെ കൃത്യമായ ആശയങ്ങളെ പിന്തുടരുന്നവര്, അവരുടെ സ്വന്തം ചിന്തകളെ കുറിച്ചിട്ട് അവര് അവെയർ ആയിരിക്കും. കൃത്യമായ സെൽഫ് അവയർനെസ് ഉണ്ടായിരിക്കും. ചില ആളുകളോട് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു ജോലി പറഞ്ഞു കഴിഞ്ഞാൽ അവരതങ്ങ് ഏൽക്കും. പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 15 ദിവസം അവരുടെ പുറകെ നമ്മൾ നടന്നു, നീ അത് ചെയ്തു വെച്ചാൽ ഇല്ല, പിന്നെ ചെയ്യാന്ന് പറയും. അവർക്ക് ഒരു സെൽഫ് അവയർനെസ് ഇല്ലാത്തത് കൊണ്ട്, അതായത് ആ ഒരു പർട്ടിക്കുലർ ജോലി, ആ ഏൽപ്പിച്ച ജോലി എനിക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് തുടക്കത്തിൽ തിരിച്ചറിയാൻ പറ്റാതെ പോയത് കൊണ്ടാണ് അനാവശ്യമായ ജോലികളൊക്കെ ഏറ്റെടുത്തിട്ട് ഈ ടെൻഷൻ അടിക്കേണ്ടി വരുന്നത്. അവർക്ക് അത് റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യാനും കഴിയില്ല, അവർക്കത് സമയത്ത് തീർത്തു കൊടുക്കാനൊന്നും കഴിയില്ല. പക്ഷെ സെൽഫ് അവയർനെസ് ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ അവരത് കൃത്യമായിട്ട് മനസ്സിലാക്കും. ഈ ജോലി ഇതെനിക്ക് പറ്റിയതല്ല, അല്ലെങ്കിൽ അത് എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല, അത് എന്റെ കഴിവിന്റെ പരിധിക്ക് പുറത്താണെന്ന് കൃത്യമായ ബോധമുള്ളത് കൊണ്ട് തന്നെ അവർ വളരെ പ്ലാൻഡ് ആയിരിക്കും. കൃത്യമായ ലക്ഷ്യങ്ങളോടുകൂടി സമാധാനത്തിലൊക്കെ അവർക്ക് ജീവിക്കാൻ കഴിയും ഈസി ആയിട്ട്. ഏറ്റവും വലിയൊരു കഴിവെന്ന് പറയുന്നത് സ്വയം മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതുപോലെ മറ്റുള്ളവരുടെ വീക്ക്നെസ്സുകൾ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. മറ്റുള്ളവരുടെ ചിന്തകളെ അവർക്ക് വളരെ ഈസി ആയിട്ട് പിടിച്ചെടുക്കാൻ പറ്റും. എന്ത് ചിന്തിക്കുന്നു, ബോഡി ലാംഗ്വേജിലൂടെ മറ്റൊക്കെ ആയിട്ട് നമുക്ക് ആളുകൾ എന്ത് ചിന്തിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റും. ആളുകളുടെ വീക്ക് ഏരിയ ഏതാണെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കാനൊക്കെ നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഒരു ഇന്നർ വിസ്ഡം ഉള്ള ആളുകളായിരിക്കും അവർ. അവരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം കരിയർ ചോയ്സ് എന്ന് പറയുന്നത് തിയോളജിയൻസ് ആയിട്ട് മാറുന്നു, അല്ലെങ്കിൽ ഈ ഒരു അമ്പലവാസികൾ, അല്ലെങ്കിൽ പള്ളിയിൽ ചില പ്രത്യേക ജോലികൾ ചെയ്യുന്ന ആളുകൾ, ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ജോലികൾ ചെയ്യുന്നവര്, എഴുത്തുകാര്, സംരംഭകര്, എന്റർപ്രണേഴ്സ്, ഒട്ടുമിക്ക ആളുകളും നല്ലൊരു ശതമാനവും എന്റർപ്രണർഷിപ്പ് സ്കില്ല് ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസുമായിട്ട് റിലേറ്റഡ് ആണ്. കാരണം അവരെല്ലായ്പ്പോഴും കാര്യകാരണ സഹിതം ചിന്തിക്കുന്നു. വളരെ കൃത്യമായിട്ട് ഗോൾ ഓറിയന്റഡ് ആയിരിക്കും അവര്. ഒരു ലക്ഷ്യമുണ്ടായിരിക്കും. ആ ലക്ഷ്യം നേടുന്നത് വരെ വരാവുന്ന തടസ്സങ്ങളും ആ തടസ്സങ്ങൾ എങ്ങനെ നേരിടണം എന്നുള്ളതിനെ കുറിച്ച് അവർക്ക് കൃത്യമായ പ്ലാന് കാണും, നല്ല സ്വപ്നങ്ങൾ കാണും. ആ സ്വപ്നങ്ങൾ നേടിയെടുക്കാനുള്ള കഴിവും പ്രാപ്തിയും അവർക്കുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് സംരംഭകർ ലോകത്ത് നല്ലൊരു ശതമാനവും വിജയിച്ചു പോകുന്നത് ഇൻട്രാപേഴ്സണൽ സ്കില്ലുള്ള സംരംഭകനാണെങ്കിൽ. അല്ലാതെ കണ്ടിട്ടൊരു ആവേശത്തിൽ ലാഭം മാത്രം കണ്ടിട്ടായിരിക്കില്ല യഥാർത്ഥമായ ഇന്റർപേഴ്സണൽ സ്കില്ലുള്ള സംരംഭകൻ മുന്നോട്ട് വരുന്നത്. അവരൊരു ആശയത്തിലായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. സാമ്പത്തിക ലാഭം മാത്രം നോക്കിയിട്ടൊക്കെ സംരംഭം തുടങ്ങുന്നവരാണ് പരാജയപ്പെടുന്നത്. ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു എയിം ചെയ്തുകൊണ്ട് ഇന്റർപേഴ്സണൽ സ്കിൽസ് കൂടുതലുള്ള ആളുകൾ സംരംഭം തുടങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് അത് ഈസി ആയിട്ട് വിജയിക്കാൻ പറ്റും. അവരായിരിക്കും നല്ല നല്ല ഇൻവെസ്റ്റേഴ്സ്. കാരണം അവർക്ക് കൃത്യമായിട്ട് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് എവിടെയെങ്കിലും കൊണ്ടുപോയിടുക എന്നുള്ളതിന് പകരം ആ ഒരു സ്ഥാപനത്തൊക്കെ അസസ് ചെയ്ത്, അല്ലെങ്കിൽ അത് നടത്തുന്ന ആളെയൊക്കെ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് വേണം എന്ത് ചെയ്യാൻ, ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ നടത്താൻ. സോ ഇന്റർപേഴ്സണൽ സ്കില്ലുള്ള ആളുകൾക്ക് അതിനൊക്കെ വളരെ കൂടുതൽ കഴിവുണ്ടായിരിക്കും. റിസർച്ചേഴ്സ് ആയിരിക്കും. നമുക്കറിയാം സംരംഭകർ എന്ന് പറയുമ്പോൾ നമുക്ക് കേരളീയർ, മലയാളികൾ മറക്കാത്തൊരു പേരാണ് വി-ഗാർഡിന്റെ ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ശൈലജ ടീച്ചർ. സോ ആൾമോസ്റ്റ് 1 മണിക്കൂർ ആയി. ഞാൻ നിങ്ങൾക്കൊരു ടാസ്ക് തരാം. ഇറ്റ്സ് എ ഗെയിം. നിങ്ങളുടെ ഉള്ളിലുള്ള ഏതൊക്കെ സ്കില്ലുകൾ നിങ്ങൾക്ക് പുറത്തെടുക്കാൻ അവസരം കിട്ടുന്നതാണ്. 4 അക്ഷരമായിരിക്കണം. ഒരു ഗെയിമാണ്. 4 അക്ഷരം ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ സോൺ, ട്യൂൺ, നൺ പോലുള്ള വാക്കുകൾ ഉപയോഗിക്കാം. 3ാമത്തെ അക്ഷരം എൻ ആയിരിക്കണം. 4 അക്ഷരങ്ങളെ ഉണ്ടാകാവൂ. 3ാമത്തെ അക്ഷരം എൻ ആയിരിക്കണം. നിങ്ങൾക്ക് അറിയാവുന്ന വാക്കുകളൊന്ന് പെട്ടെന്ന് ടൈപ്പ് ചെയ്ത് നിങ്ങൾ എത്ര പേരിൽ ലിംഗ്വിസ്റ്റിക് എബിലിറ്റി ഉണ്ട്, സീക്വൻസിങ് ഉണ്ട് എന്നൊക്കെ നമുക്ക് നോക്കാം. നൺ അവിടെ എക്സാമ്പിൾ ഉണ്ട്. മൈൻ, യെസ് ആശ മാം, താങ്ക് യു. മൈൻ, ഓക്കെ.
Want. Yeah. Fine. Yes. Born. Yeah. Super. Sir. Super. Linguistic ability carrot. Done. Yes. Lame. Okay. Good. Mind. Yeah. Wonderful. Come on. Fine. Okay. Good. Kind. Okay. Kind. Great. Land. Lawn. Yes. Gone. Tintu Vavachan. Gone. Yeah. Sand. Yes. Correct. Sand. Come on. Maximum. Johnny. Yes. Dine. Okay. Johnny എന്ന് പറയുമ്പോൾ its name. Okay. Dine. കഴിഞ്ഞോ? നമ്മുടെ വൊക്കാബുലറി തീർന്നോ? ഞങ്ങൾ കുട്ടികളുടെ സോൺ ഈസ് ദയർ എക്സാമ്പിൾ ഉണ്ട്, നോ പ്രോബ്ലം. ഹോൺ. ആ ഹോൺ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഓക്കെ. കെയിൻ. ഓക്കെ. യെസ് ചൂരലിന്റെ കെയിൻ. ജങ്ക്. യെസ്. പോണി. യാ. ഓക്കെ പോണി. യാ. ഗുഡ്. ഗൂഗിൾ നോക്കരുത്. ഞങ്ങളുടെ കുട്ടികളുടെ വൊക്കാബുലറി ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വണ്ടർഫുൾ പ്രോഗ്രാംസ് ഉണ്ട്. മോങ്ക്. യെസ് അബ്ദുൾ റഷീദ് സാർ, താങ്ക് യു വെരി മച്ച്. മോങ്ക്. യെസ്. ലാൻഡ് ഒരു തവണ പറഞ്ഞതാണ് അബി. ഓക്കെ, നോ പ്രോബ്ലം. താങ്ക് യു വെരി മച്ച്. കഴിഞ്ഞോ? ഇത്രയേ ഉള്ളൂ. യാ. ടോങ്. ഓക്കെ. Bank. Yeah. Yes, wonderful. Bank. Okay. Chindiku. Ton. Okay. Come on. Hung. Okay. Mine. Zubair Kondodi. Okay. Yes. Rank. Okay. Come on. Make it fast. പെട്ടെന്ന്. നിങ്ങൾ എത്ര പേർക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട്? ഒരു 10-15 പേരായി. Almost ലോൺ. Okay. Thank you very much. Thank you. Wonderful. Okay, Zubair. Okay, thank you very much. Rank. Okay, thank you participants. Thank you very much. നമ്മള് സാങ്ക്. ഓക്കെ, നമ്മൾ അടുത്ത ഇന്റലിജൻസിലേക്ക് നീങ്ങുകയാണ്. ഇത് നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ്. താങ്ക് യു. ഇപ്പോൾ ടൈപ്പ് ചെയ്യുന്നവർ അത് ഫിനിഷ് ചെയ്തോളൂ, നോ പ്രോബ്ലം. നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ്, അതായത് ഒരു പ്രകൃതി സ്നേഹം. നമുക്കറിയാം ഈ ഒരു ഇന്റലിജൻസ് 1983 ഏറ്റവും തുടക്കത്തിൽ ഹവാർഡ് ഗാർഡനർ ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലായിരുന്നു. ഇത് പിന്നീട് ആഡ് ചെയ്തതാണ്. നാച്ചുറലിസ്റ്റിക് ആയിട്ടുള്ള, അതായത് ഒരു പ്രകൃതിയോട് ഒരു സ്നേഹം, മരങ്ങൾ നടുക, ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ്, ചെടികളെ നട്ട് നനർത്തുക, ഒരു മൃഗങ്ങളോടൊക്കെ ഒരു സ്നേഹം ഉണ്ടായിരിക്കുക, അതുപോലെ ഓരോ കാര്യങ്ങൾ, പലതരം കല്ലുകൾ ശേഖരിക്കുന്നു, അങ്ങനെ പല രീതിയിലുള്ള ആക്ടിവിറ്റീസ്. കാടുകളിലേക്ക് നിരന്തരം യാത്ര പോകുന്നു, കാടുകൾ സംരക്ഷിക്കപ്പെടുന്നു. ഷെരീഫ് MT. ഓക്കെ, താങ്ക് യു. പോണ്ട്. ഓക്കെ, താങ്ക് യു. അതെ, ഷെരീഫിന്റെ കൂടി നമ്മളെ ഗെയിം അവിടെ അവസാനിപ്പിച്ചിരിക്കുന്നു. താങ്ക് യു ഷെരീഫ്. സോ ഇത്തരത്തിലുള്ള പ്രകൃതിയോട് ഇഷ്ടമുണ്ടായിരിക്കും. ഇപ്പൊ നമ്മുടെ നാട്ടില് ഒരു പക്ഷെ ഒരു പഴയ ഒരു ആൽമരം ഉണ്ടായിരിക്കും, ഗ്രാമത്തിന്റെ നടുവില് അല്ലെങ്കിൽ ടൗണിന്റെ നടുവിൽ ഒരു ആൽമരം. അതിപ്പോ കുറെ കാലമായപ്പോ തൊട്ടടുത്തുള്ള കച്ചവടക്കാർക്കോ കെട്ടിടങ്ങൾക്കൊക്കെ ഭീഷണിയായി മാറിയിട്ടുണ്ടാവും. നമ്മൾ അത് മുറിക്കാൻ ശ്രമിക്കുമ്പോഴായിരിക്കും ഒരു 10 പേര് കൊടി പിടിച്ചു വരുന്നത്. മരം മുറിക്കാൻ പാടില്ല, പകരം നിങ്ങൾ 100 മരം നട്ടാലേ ഈ മരം മുറിക്കാൻ ഞങ്ങൾ അനുവദിക്കുകയുള്ളൂ. അത് മോശമല്ല കേട്ടോ, അത് വളരെ പോസിറ്റീവായിട്ടാണ് ഞാൻ അതിനെ സമീപിക്കുന്നത്. പ്രകൃതി സ്നേഹികൾ, കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത് ഉൾക്കൊള്ളാവുന്നതിലും വേദനാജനകമായിട്ടുള്ള ഒരു കാര്യമാണ്. അത്രയും വർഷം പഴക്കമുള്ള, അത്രയധികം ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മരം മുറിച്ചു കളയാന്ന് പറയുമ്പോൾ നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ് ആയിട്ടുള്ള ആളുകൾക്ക് വളരെ പ്രയാസമേറിയ ഒരു കാര്യമാണ്. പ്രകൃതിയോട് അവർ ഏറ്റവും അധികം ഇടപഴകി ജീവിക്കാൻ അവർക്ക് കഴിയും. അതുപോലെ പൊല്യൂഷനൊക്കെ കേൾക്കുമ്പോൾ തന്നെ അവർക്ക് എന്താണ് ദേഷ്യം വരും ആളുകളോട്. പൊല്യൂഷനെതിരെയൊക്കെ നിരന്തരമായിട്ട് ഗ്ലോബൽ വാർമിംഗ്, ആഗോളതാപനം, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നിരന്തരം സമരങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ടുവരുന്നതാണ് ചില ആളുകൾ. നമുക്കറിയാം, നമ്മളുടെ ഒരു കേന്ദ്രത്തിൽ നമ്മുടെ ഒരു മിനിസ്റ്റർ ഉണ്ടായിരുന്നു, മേനകാ ഗാന്ധി. ഒരു ആനിമലുമായിട്ട് ബന്ധപ്പെട്ട്, മൃഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ അവർ വളരെ സെൻസിറ്റീവായിട്ട് വളരെ പെട്ടെന്ന് പ്രതികരിക്കും. അവരൊക്കെ നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ് വളരെ കൂടുതലുള്ള ആളുകളാണ്.
നമ്മള് മുമ്പേ ഇവിടെ കൊച്ചിയിൽ എന്തോ ഒരു ഡോഗുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതുപോലെ ഒരു ഇഷ്യൂ ഉണ്ടായ സമയത്ത് രഞ്ജിനി ഹരിദാസും ഒക്കെ വളരെ ആക്റ്റീവായിട്ട് അതിനെതിരെ മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ രഞ്ജിനി ഹരിദാസ് അവരുടെ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, 3-4 പട്ടിക്കുട്ടികളുടെ കൂടെ അങ്ങനെ നടക്കുന്നത്. കാരണം അവർക്ക് അത് ഇഷ്ടമാണ് പ്രകൃതികളോട്. ചില ആളുകൾ കണ്ടിട്ടില്ല, സിംഹങ്ങളെയൊക്കെ വീട്ടിൽ വളർത്തുന്ന പല രാജ്യങ്ങളിലും ഇലീഗൽ ആണെങ്കിൽ കൂടെ അവരെന്ത് ചെയ്യുന്നു, കടുവകളെ സിംഹങ്ങളെയൊക്കെ വീട്ടിൽ വളർത്തുന്നു. നമ്മൾ വീട്ടിൽ പട്ടി പൂച്ചനൊക്കെ വളർത്തുന്ന പോലെ മലമ്പാമ്പിനെ വീട്ടിൽ വളർത്തുന്ന ആളുകള്. എന്താണ് അവർക്കുള്ള ഒരു കരിയർ? അവർക്ക് സയൻസ് ടീച്ചേഴ്സ് ആവാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നു. അതുപോലെ സ്കൗട്ട് ലീഡേഴ്സ്, എക്കോളജിസ്റ്റ്, എൻവയോൺമെന്റലിസ്റ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞു, മറൈൻ ബയോളജിസ്റ്റ് ഒക്കെ ആയി മാറാം, മെറ്റീരിയോളജിസ്റ്റ്, കെന്നൽസ്, ഇപ്പോ ഡോഗ് കെയർ സെന്റേഴ്സ് ഒക്കെ നടത്തുന്നു. ചില ആളുകൾ ഉണ്ടായിരിക്കും അവരൊരു പക്ഷെ പല മേഖലകളിലും ഹയർ ഡിഗ്രി ഒക്കെ ഉണ്ടായിരിക്കും, അതൊക്കെ നിർത്തിവെച്ചിട്ട് നാട്ടിൽ പുറത്ത് വന്ന് ഗ്രാമത്തിലൊക്കെ വന്നിട്ട് കെന്നലൊക്കെ തുടങ്ങിയിട്ട് ആ ഒരു ബിസിനസ്സിൽ ഡോഗ് കെയർ സെന്റർ ഒക്കെ തുടങ്ങി അതിൽ വിജയിച്ചു പോകുന്നവര്. ഒരു പക്ഷെ IT ജോബ് വിട്ടിട്ടായിരിക്കും അവര് കെന്നൽ അല്ലെങ്കിൽ ഡോഗ് കെയർ സെന്ററിലേക്ക് വരുന്നത്. വീട്ടുകാരൊക്കെ കുറ്റം പറയും, നിനക്ക് ഭ്രാന്താണ്. ബാംഗ്ലൂരോ അല്ലെങ്കിൽ ചെന്നൈയിലൊക്കെ ഉള്ള മികച്ച ശമ്പളം കിട്ടുന്ന ഇന്റർനാഷണൽ IT കമ്പനികളിൽ നിന്നുള്ള ആ ഒരു പോസ്റ്റ് ഒക്കെ ഇട്ടെറിഞ്ഞിട്ട് നാട്ടിൽ വന്നിട്ട് നായ്ക്കളെ വളർത്തുന്നു, അല്ലെങ്കിൽ കൃഷിയിലേക്ക് പോകുന്നു, ഫാമിങ്ങിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ അവരെ പരിഹസിക്കാറുണ്ട്. സത്യത്തിൽ ലേറ്റർ ഇയേഴ്സിലാണെങ്കിലും അവരതൊരു തിരിച്ചറിവിലേക്ക് വരുന്നു എന്നുള്ളതാണ്. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സ്, അവരത് ക്യാമറയിൽ നോക്കിയിട്ട് അങ്ങനെ ദിവസങ്ങളോളം അവർക്ക് നടക്കും, അവർക്കൊന്നും വേണ്ട. സോ ഇതെല്ലാം ഒരു പോസിബിൾ ആയിട്ടുള്ള കരിയർ ഓപ്ഷൻസ് ആണ്. നമുക്കറിയാം മറൈൻ ബയോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ അതുപോലെ എല്ലാവർക്കും വീട്ടിൽ ഡോഗിനെ വളർത്താൻ ഇഷ്ടമുണ്ടാവില്ല, ശരിയല്ല. ചില ആളുകൾക്ക് ആഗ്രഹം ഉണ്ടായിരിക്കും, പക്ഷെ അതിന് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആലോചിച്ച് ഇഷ്ടമുണ്ടാവില്ല. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ഈസി ആയിട്ടുള്ള, സോറി മ്യൂട്ട് ചെയ്തിട്ടുണ്ട്, താങ്ക് യു വെരി മച്ച്. വീട്ടിനകത്ത് പക്ഷികളെ വളർത്തുന്നു, പലതരത്തിലുള്ള ബേർഡ്സ് ഉണ്ടായിരിക്കും, വീട്ടിനകത്ത് ലവ് ബേർഡ്സും കാര്യങ്ങളും ഉണ്ടായിരിക്കും. പുറത്ത് വീടിന്റെ ഭാഗമായിട്ട് ഡേ ടു ഡേ ലൈഫിന്റെ ഭാഗമായിട്ട് തന്നെ പലതരം മൃഗങ്ങളെയൊക്കെ വളർത്തുന്നു. ചിലർ അതിൽ ഉപജീവന മാർഗം കണ്ടെത്തുന്നു. ചില ആളുകൾക്ക് അതൊരു ഹോബിയാണ്, ചില ആളുകൾക്ക് അതൊരു സന്തോഷമാണ്. സോ ഇത് അവരുടെ ഒരു ഇന്റലിജൻസിനെ ബേസ് ചെയ്തിട്ടാണ് അവരതിൽ പെർഫോം ചെയ്യുന്നത്. ദ ലാസ്റ്റ് വൺ, എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസ്, അതായത് ഒരു മരണാനന്തര ചിന്ത അല്ലെങ്കിൽ ഒരു കോസ്മിക് കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഡിസ്കസ് ചെയ്യുന്ന, മനുഷ്യൻ ചിന്തിക്കാവുന്നതിന്റെ അപ്പുറത്തുള്ള, സാധാരണക്കാരൻ ചിന്തിക്കാവുന്ന അപ്പുറത്തേക്കുള്ള മെറ്റാ സയൻസിനെ കുറിച്ചിട്ടൊക്കെയുള്ള ഡിസ്കഷൻ നടത്തുന്ന ആളുകൾ. വളരെ ആഴത്തില് ഇത്തരം കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ, ഞാൻ ആരാണ്, എന്തിനു വന്നു, എന്താണ് എന്റെ ജന്മദൗത്യം തുടങ്ങിയിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുന്നവര്. അവർക്ക് നമുക്കറിയാം പാസ്റ്റേഴ്സ് ആയി മാറുന്നു, അല്ലെങ്കിൽ മെഡിറ്റേഷൻ ഇൻസ്ട്രക്ടേഴ്സ് ആയി മാറാം, യോഗ ഇൻസ്ട്രക്ടേഴ്സ് ആവുന്നു, പാസ്റ്ററൽ കൗൺസിലേഴ്സ്, ചാപ്പലിയൻ, ഫിലോസഫർ, ഇങ്ങനെ ഇത്തരം മേഖലകളിലേക്ക് അവർക്ക് ഈസി ആയിട്ട് കടന്നു ചെല്ലാൻ പറ്റും. നമുക്കറിയാം യോഗ ചെയ്യുന്നവര്, മെഡിറ്റേഷൻ എല്ലാവരെ കൊണ്ടൊന്നും കഴിയില്ല. കൂടുതൽ സമയം ശ്രദ്ധയോട് കൂടിയിട്ട് ഒരേ പോയിന്റിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ മനസ്സിനെ ഏകാഗ്രമാക്കി മെഡിറ്റേഷൻ ചെയ്യാനൊന്നും എല്ലാവർക്കും പോസിബിൾ ആയിരിക്കില്ല. പക്ഷെ വൺസ് നിങ്ങളിത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങളുടെ ലൈഫിൽ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് വണ്ടർഫുൾ. നിങ്ങൾക്ക് ഓർഗനൈസ്ഡ് ആവാൻ പറ്റും, നിങ്ങളുടെ സ്ട്രെസ് കുറക്കാൻ പറ്റും, അതുപോലെ വറീസ് ഒഴിവാക്കാം. പലർക്കും ഒരു സംശയം വരും, ഇത് എനിക്ക് ചെയ്യാൻ കഴിയുമോ, എനിക്ക് ഈ ഒരു ഇന്റലിജൻസ് ഇല്ലല്ലോ, അല്ലെങ്കിൽ എനിക്ക് താല്പര്യമില്ലല്ലോ, എനിക്ക് അറിയില്ലല്ലോ എന്നൊക്കെ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ടെക്നിക്കുകളൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് 1 മണിക്കൂറിലധികമായി അല്ലെങ്കിൽ നമുക്ക് ഒരെണ്ണം പ്രാക്ടീസ് ചെയ്യാം. സിമ്പിൾ ആയിട്ടുള്ള മെഡിറ്റേഷൻ ടെക്നിക്കുകളൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ നോക്കിയാൽ മനസ്സിലാക്കി എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഗൂഗിളിൽ നിന്നൊക്കെ. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പതിയെ, തുടക്കത്തിൽ പ്രയാസമായിരിക്കും, തുടക്കത്തിൽ 1 മിനിറ്റ് 2 മിനിറ്റ് 5 മിനിറ്റ് ഒക്കെ കഴിയുള്ളൂ. പക്ഷെ ഒരു 15-20 മിനിറ്റിലേക്കൊക്കെ അത് എത്തിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് വളരെ പീസ്ഫുൾ ആയിരിക്കും. അതുപോലെ കൃത്യമായ വ്യായാമങ്ങൾ ചെയ്യാം. വ്യായാമം നമുക്കറിയാം ഇസ് ബോഡിലി കിനസ്തെറ്റിക് ഇന്റലിജൻസ് റിലേറ്റഡ് ആണ്, എങ്കിലും ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് വരുന്നത്. സോ ഇവാലുവേഷൻ എന്ന് പറയുന്നത് ഫോർ അവർ ടീം, ഞങ്ങളുടെ ഇവാലുവേഷൻ ആണ് ഇത്. ഇവാലുവേഷൻ എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുക? നമുക്കിപ്പോ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ ധാരാളം സംവിധാനങ്ങളുണ്ട്.
ഒന്ന് DMIT എന്ന് പറഞ്ഞിട്ട് അത് എത്ര കണ്ട് ശാസ്ത്രീയമാണെന്ന് അറിയില്ല. അവർ അവകാശപ്പെടുന്നുണ്ട് ഫിംഗർ പ്രിന്റ് ബേസ്ഡ് ആയിട്ട് ഇൻബോൺ ടാലൻസ് കണ്ടുപിടിക്കാൻ എന്ന് പറഞ്ഞിട്ട് DMIT എന്ന് പറഞ്ഞ ഒരു ടെസ്റ്റ് നടത്താറുണ്ട്. വിരലിന്റെ ഫിംഗേഴ്സിലുള്ള പ്രിന്റുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അതിനെ ബ്രെയിനുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത്, അതാണ് ഒന്ന്. പിന്നെ ക്വസ്റ്റ്യനറുകളിലൂടെ സൈക്കോമെട്രിക് ടെസ്റ്റുകളിലൂടെ ഞങ്ങളെല്ലാം ഫോക്കസ് ചെയ്യുന്ന അതാണ്. സൈക്കോമെട്രിക് ടെസ്റ്റുകളിലൂടെ നമുക്ക് കുട്ടികളുടെ ഇന്റലിജൻസ് കണ്ടെത്താം. കുട്ടികളുടെ നല്ല ഏത് പ്രായത്തിലുള്ളവരുടെ ഇന്റലിജൻസും കണ്ടെത്താം. നിങ്ങൾക്ക് ജോലിയിലൊക്കെ പ്രഷർ വരുന്നുണ്ടെങ്കിൽ, സമ്മർദ്ദം വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൃത്യമായിട്ടുള്ള ഇന്റലിജൻസ് ഐഡന്റിഫൈ ചെയ്ത് അതിനെ ബേസ് ചെയ്തുകൊണ്ട് കരിയർ ചേഞ്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ കരിയർ ചേഞ്ച് ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഒരു തിരിച്ചറിവിലേക്ക് വരാൻ പറ്റും. ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ ഇന്ന സ്ഥലങ്ങളിൽ സ്ട്രെസ് അനുഭവിക്കുന്നത് എന്നുള്ളത്. മാത്രമല്ല കുട്ടികളുടെയൊക്കെ അത്യാവശ്യം വേണ്ട ചില ഇന്റലിജൻസുകൾ നമ്മൾ ചെറിയ പ്രായത്തിൽ തന്നെ അവരെ ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവണം. കാരണം എല്ലാ ഇന്റലിജൻസും ലേണബിൾ ആണ്. കുട്ടികൾക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത്, ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യാറുള്ളത്, ഒന്ന് കുട്ടികളുടെ ലിംഗ്വിസ്റ്റിക് എബിലിറ്റി. കാരണം ഈ കാലഘട്ടത്തിൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇംഗ്ലീഷ് ഭാഷയൊക്കെ കൈകാര്യം ചെയ്യാൻ കുട്ടികളെ അറിഞ്ഞിരിക്കുക, പ്രാപ്തരാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് പ്രൊഫഷണൽ ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഇന്ത്യയിൽ 30% ആളുകൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നതിൽ 29% മദർ ടങ് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടാണ് ഇംഗ്ലീഷ് സംസാരിക്കുന്നത്. അതുപോലെ കുട്ടികളുടെ ഒരു നോളജ് ഡെവലപ്പ് ചെയ്യാൻ അവരെ ഹെൽപ്പ് ചെയ്യുക. കുട്ടികളുടെ IQ, കുട്ടികളുടെ ലെഫ്റ്റ് റൈറ്റ് ബ്രെയിൻ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ആക്ടിവിറ്റികളിലൂടെയൊക്കെ കുട്ടികളുടെ നിരവധി 10ലധികം വ്യത്യസ്ത ബ്രെയിൻ സ്കിൽസുകളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ അവരെ ഹെൽപ്പ് ചെയ്യുക. കുട്ടികളുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഏരിയകൾ ഐഡന്റിഫൈ ചെയ്തിട്ട് അത് നർച്ചർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക. ഇതൊക്കെയാണ് ഗ്രോളിയറിൽ ഞങ്ങൾ കൊടുക്കുന്ന സൊല്യൂഷൻസ്. സോ ഇതിൽ ഈ സൈക്കോമെട്രിക് ടെസ്റ്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഞങ്ങൾ ഫോളോ ചെയ്യുന്നത് ഡയാന കോണൽ എന്ന് പറയുന്ന ഒരു ലേഡി 2005 ഡിസൈൻ ചെയ്ത ഒരു കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്. ഇറ്റ്സ് എ 4 പേജ് സൈക്കോമെട്രിക് ടെസ്റ്റ് ആണ്. അതിനെ ബേസ് ചെയ്തിട്ടാണ്. സോറി. സോ അതിനെ ടെസ്റ്റ് നടത്തിയിട്ട് അത് കണ്ടുപിടിക്കുന്നു. ഇതില് പല രീതിയിൽ ഇത്തരം സൈക്കോമെട്രിക് ടെസ്റ്റുകളിലൂടെ കുട്ടികളുടെ കഴിവുകൾ കണ്ടെത്തുന്നു. ഇത് ടെസ്റ്റ് നടത്താൻ പലരും പല ചാർജ് ചെയ്യുന്നുണ്ട്. ഡിപ്പെൻഡ്സ് ഓൺ ദ റിപ്പോർട്ട്. അവർ കൊടുക്കുന്ന റിപ്പോർട്ടിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇതിന്റെ ചാർജ് ഒക്കെ ആളുകൾ ഫിക്സ് ചെയ്യുന്നത്. നിങ്ങൾ ആരുടെ അടുത്ത് പോകുന്നുണ്ടെങ്കിലും കൗൺസിലിംഗ് ആണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. ഈ റിപ്പോർട്ടിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് ശരിയായ വഴികളിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ശരിയായ ഒരു മാറ്റം വരുത്തി തരാൻ കഴിവുള്ള, കൃത്യമായിട്ട് കൗൺസിൽ ചെയ്യാൻ കഴിയുന്ന ആളുകളിൽ നിന്ന് റിപ്പോർട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. പല പ്രൈസ് ടാഗിൽ ഇത് വരുന്നുണ്ട്. അത് നമ്പർ ഓഫ് റിപ്പോർട്ട്സിന്റെ പേജിന്റെ എണ്ണത്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട്, കൗൺസിലറുടെ ക്വാളിറ്റിക്കൊക്കെ അനുസരിച്ചുകൊണ്ട് ഇത് പ്രൈസ് വേരിയേഷൻ വരാറുണ്ട്. സൈക്കോമെട്രിക് ഇതിന് ഒരു 15-20 മിനിറ്റ് ഒക്കെയാണ് ശരാശരി സമയം എടുക്കുക. 135 ക്വസ്റ്റ്യനറുകളുടേതുണ്ട്, 90 ക്വസ്റ്റ്യനറിന്റെ ഉണ്ട്. ഇങ്ങനെ പല പല നമ്പേഴ്സ് ക്വസ്റ്റ്യനറിനനുസരിച്ചിട്ടുള്ള സൈക്കോമെട്രിക് ടെസ്റ്റുകൾ ഉണ്ട്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, താങ്ക് യു. ഏകദേശം 1 മണിക്കൂറും 5 മിനിറ്റും എല്ലാ ഭാഗവും പരമാവധി കവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹലോ ഷിയാബ് സർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ലാംഗ്വേജ് ഡിപ്പാർട്ട്മെന്റ് പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണ്. വായിക്കാനുള്ള ഒരു മൂഡും ഇല്ല, ലിംഗ്വിസ്റ്റിക്സ് എബിലിറ്റി ഇല്ല. അയാൾ എന്ത് ചെയ്യണം? ലാംഗ്വേജ് ഡെവലപ്മെന്റ് ചെയ്യാൻ, ലിംഗ്വിസ്റ്റിക്സ് എബിലിറ്റി ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് പ്രാക്ടിക്കലി കൊടുക്കാവുന്ന മെത്തേഡ് എന്താണുള്ളത്? അതിനെ സപ്പോർട്ട് ചെയ്യുക. അത് നമുക്ക് ശരിക്കും ഡിപ്പെൻഡ്സ് ഓൺ കുട്ടിയെ അസസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് കറക്റ്റ് ആയിട്ട് മറുപടി പറയാൻ പറ്റുള്ളൂ. കാരണം ഓരോന്നിനും ധാരാളം സബ് ഇന്റലിജൻസുകൾ വരുന്നുണ്ട്. അതിൽ ഏത് ഏരിയകളിലാണ് കുട്ടി വീക്ക്നെസ് എന്നൊക്കെ നോക്കി മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കറക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസറിലേക്ക് വരാൻ പറ്റുള്ളൂ. അപ്പൊ ഞങ്ങൾ ഗ്രോളിയറിൽ ഞങ്ങൾ ചെയ്യുന്നത് ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ലിസണിങ്ങിലൂടെ, LSRW ലിസണിങ്ങിൽ കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ട് പ്രൊഫഷണൽ ഇംഗ്ലീഷ് ഡെവലപ്പ് ചെയ്യാൻ അവരെ ഹെൽപ്പ് ചെയ്യുന്ന 3-4 മൊഡ്യൂളുകളുണ്ട്. ഇറ്റ്സ് ഡിപ്പെൻഡ്സ് ഓൺ പാരന്റിന്റെ ഒരു ഫിനാൻഷ്യൽ കപ്പാസിറ്റിയും അവരെടുക്കുന്ന ഏജും കുട്ടികൾക്ക് എത്ര പീരിയഡ് എന്നുള്ളതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഞങ്ങളത് പ്രൊവൈഡ് ചെയ്യാറുള്ളത്.
കുട്ടികളുടെ ഒരു ക്വാളിറ്റി ഒക്കെ അസസ് ചെയ്തിട്ട് മനസ്സിലാക്കിയിട്ട് പാരന്റ്സുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്തിട്ടാണ് സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുക. നമുക്ക് ഇങ്ങനെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയാൻ പറ്റില്ല. ഞങ്ങൾക്ക് പേഴ്സണലായിട്ട് ബന്ധപ്പെടാം. എന്ത് ചെയ്യാം, നമുക്ക് കുട്ടികളുടെ ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ കുട്ടി എങ്ങനെയാണ് എന്താണ് ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി മനസ്സിലാക്കിയാലാണ് ഒരു പ്രോപ്പർ സൊല്യൂഷൻ പറയാൻ പറ്റുക. സമസ് സാർ ക്ലിയർ ആണല്ലോ അല്ലെ? റഷീദ് സാർ പറയൂ. ഈ ജന്മന ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് ഇല്ലാത്ത ഒരു കുട്ടിക്ക് പ്രാക്ടീസ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമോ? ഉണ്ടെങ്കിൽ എത്രത്തോളം അത് വിജയിക്കും? തീർച്ചയായിട്ടും അത് കുട്ടി എടുക്കുന്ന ഡെഡിക്കേഷനൊക്കെ അനുസരിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഏത് സ്കില്ലാണെങ്കിലും ഏത് സ്കില്ലും ലേണബിൾ ആണ്. ലിംഗ്വിസ്റ്റിക് എബിലിറ്റി നമുക്ക് ലേൺ ചെയ്യാം. ഇന്റർപേഴ്സണൽ സ്കിൽസ് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഇൻട്രാപേഴ്സണൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പൊ ഇന്റർപേഴ്സണൽ സ്കിൽ ഒരു എക്സാമ്പിൾ കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആളുകളുമായിട്ട് സംസാരിക്കാൻ പ്രയാസമാണ്, ബുദ്ധിമുട്ടാണ്. ഒരു സെക്കൻഡ്. ചെറിയൊരു കോൾഡ് ഉണ്ടായിരുന്നു അവിടെ. അപ്പൊ റഷീദ് സാർ, അതായത് കുട്ടിക്ക് ഒരു ഇന്റർപേഴ്സണൽ പീപ്പിൾ മാനേജ്മെന്റ് സ്കില്ല് കുറവാണെങ്കിൽ, നമ്മൾ ചെറിയ കുട്ടികളാണെങ്കിൽ മറ്റുള്ള കുട്ടികളുമായിട്ട് മിങ്കിൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള കുറെ ടിപ്സ് ആൻഡ് ട്രിക്സ് നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാം. റാപ്പോ ബിൽഡിംഗ് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും. എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഒക്കെ നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും. വലിയ ആളുകൾക്കാണെങ്കിലും നിങ്ങൾക്ക് ചുറ്റുമുള്ള ചെറിയ ക്ലബ്ബുകളിലെ സംഘടനകളിലൊക്കെ ജോയിൻ ചെയ്യാം. അതുപോലെ ജൂനിയർ ചേംബർ, റോട്ടറി, ലയൺസ് ക്ലബ്ബ് പോലുള്ള ഓർഗനൈസേഷനുകൾ, ടോസ്റ്റ് മാസ്റ്റേഴ്സ് പോലുള്ള ഓർഗനൈസേഷനുകളിലൊക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ധാരാളം ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കും. അതിലൊക്കെ ഇൻവോൾവ് ആകുമ്പോൾ നമുക്ക് നമ്മുടെ പീപ്പിൾ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാനുള്ള എബിലിറ്റീസ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ നമ്മുടെ ഇൻട്രാപേഴ്സണൽ സ്കില്ലാണ് ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ കുറെ ടിപ്സ് ആൻഡ് ട്രിക്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. 100% അതിലേക്ക് എത്തുക എന്നുള്ളത് ഇറ്റ്സ് നോട്ട് പ്രാക്ടിക്കൽ. അങ്ങനെ ഒരു സംഭവം ഇല്ലല്ലോ 100% എന്ന് പറയുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, അവർ എത്ര കൂടുതൽ എഫേർട്ട് എടുക്കുന്നോ അത്രയും കൂടുതൽ റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഈ ഒരു ലോജിസ്റ്റിക് അല്ലെങ്കിൽ ലോജിക്കൽ അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ, ലോജിസ്റ്റിക് എന്ന് തെറ്റായിട്ട് പറഞ്ഞാണ്, ലോജിസ്റ്റിക്സുമായിട്ട് ഒരു ബന്ധമല്ല. ലോജിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ് കുറവുള്ള ആളുകൾ പക്ഷെ കഷ്ടപ്പെട്ട് പഠിച്ച ഡോക്ടർ ആവാൻ പറ്റും അവർക്ക്. അതുള്ള ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആസ് എ മെഡിക്കൽ റിസർച്ചർ അല്ലെങ്കിൽ ഒരു ഡോക്ടറൊക്കെ ആയിട്ട് ആ പ്രൊഫഷനിലേക്ക് പോകാൻ പറ്റും. ലിംഗ്വിസ്റ്റിക് എബിലിറ്റി കുറവുള്ള ഒരാൾക്ക് എന്ത് ചെയ്യാം, നിരന്തരമായ പരിശീലനത്തിലൂടെ നല്ല പ്രാസംഗികനായി മാറാം. രാഷ്ട്രീയത്തിലൊക്കെ ഉള്ള ആളുകൾ വർഷങ്ങളോളം പ്രസംഗിച്ചിട്ട് ആണ് എന്ത് ചെയ്യുന്നത്, പ്രാക്ടീസിലൂടെയാണ് അവർ ആ സ്കില്ല് നേടിയെടുക്കുന്നത്. ഒരു പക്ഷെ ഇൻബോൺ ആയിരിക്കില്ല, ലിംഗ്വിസ്റ്റിക് എബിലിറ്റി കുറവായിരിക്കും. അപ്പൊ നമുക്ക് ഉപയോഗിക്കേണ്ട വാക്കുകൾ കറക്റ്റ് ആയിട്ട് നമുക്ക് പഠിച്ചെടുത്തു കഴിഞ്ഞാൽ ശരിയായ രീതിയിൽ ശരിയായ സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ക്ലിയർ ആണോ റഷീദ് സാർ? ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു. സാധാരണ കുട്ടികൾ നമ്മൾ ഏതെല്ലാം പ്രായത്തിലാണ് അവരെ ഒരു മൾട്ടിപ്പിൾ ഇന്റലിജന്റ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്? ഏതൊക്കെ സ്റ്റേജിൽ എത്തുമ്പോഴാണ് ഇതിൽ മാറ്റം വരാൻ സാധ്യത ഉണ്ടോ? ഗുഡ് ക്വസ്റ്റ്യൻ. മാറ്റം വരാന്ന് പറയുന്നത് ജന്മസിദ്ധമായിട്ടുള്ള കഴിവുകൾ വളർത്തിയെടുത്തിട്ടില്ലെങ്കിൽ അത് മുരടിച്ചു പോവാം. ഒന്ന്, നമ്മൾക്കത് ശരിക്കും ഒരു ചെറിയൊരു 3 വയസ്സൊക്കെ ആവുന്ന ഒരു സമയത്ത് കുട്ടികൾ അവരുടെ യുണീക്ക് ആയിട്ടുള്ള കഴിവുകൾ പുറത്തെടുക്കും എന്നാണ് ശാസ്ത്രം പറയുന്നത്. ഒരു 3-ാമത്തെ വയസ്സ് മുതൽ, അതായത് ആ ഒരു പ്രായത്തിലാണ് കുട്ടികളുടെ യുണീക്ക് ആയിട്ടുള്ള എബിലിറ്റീസ്. ഇപ്പൊ എന്റെ കുട്ടി, എനിക്ക് 3 വയസ്സുള്ള കുട്ടി എനിക്ക് ഡോക്ടർ ആവണമെന്നൊന്നും പറയില്ല, അല്ലെങ്കിൽ എഞ്ചിനീയർ ആവണമെന്നൊന്നും പറയില്ല. പക്ഷെ ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള എബിലിറ്റീസ് കാണിക്കാൻ തുടങ്ങും, താളം പിടിക്കാൻ തുടങ്ങും. സ്പേഷ്യൽ ഇന്റലിജൻസ് ഉണ്ടെങ്കിൽ ചുമരില് പതിയെ ചിത്രം വരക്കാൻ തുടങ്ങും. ചുമരിൽ ചിത്രം വരക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യാ, ഒരു വഴിയെടുത്ത് നല്ല റെഡി കൊടുക്കും. കാരണം എന്താ, പിന്നെ ഒരിക്കലും അവൻ ചുമരിൽ ചിത്രം വരയ്ക്കരുത്. പകരം ഒരു പേപ്പറും പെൻസിലും കൊടുത്തിട്ട് അതിൽ വരക്കാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ അതിനെ നർച്ചർ ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ അതിനെ ഡിമിനിഷ് ചെയ്യുന്നു. ചെറിയ പ്രായത്തിൽ കുട്ടികളെ സംസാരിക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ സംസാരിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പൊ എന്റെ കുട്ടികള് വെറുതെ നിന്നുകൊണ്ട് കേക്ക് ഉണ്ടാക്കുന്നതിനെ പറ്റി പറയും. ഒരു സാധനമൊന്നും ഇല്ലാതെ വെറുതെ ഇങ്ങനെ വന്നു നിന്നിട്ട് വല്ല ക്യാമറക്ക് മുമ്പിൽ യൂട്യൂബിലൊക്കെ വീഡിയോ ചെയ്യുന്ന പോലെ എങ്ങനെയാണ് കേക്ക് ഉണ്ടാക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ട് വാഗ്മയ ചിത്രങ്ങൾ. ലിംഗ്വിസ്റ്റിക് എബിലിറ്റി കൂടുതലാണ്. അപ്പൊ നമ്മൾ ഒരു വായാടിയാണ് അല്ലെങ്കിൽ കൂടുതൽ വലിയ വായിൽ സംസാരിക്കുന്നു എന്നൊക്കെ പറയാതെ
അവരുടെ ആ ഒരു എബിലിറ്റിയെ മനസ്സിലാക്കിയിട്ട് അത് നർച്ചർ ചെയ്യാൻ ആവശ്യമായ കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുക, അതിനെ സപ്പോർട്ട് ചെയ്യുക. സോ അവരുടെ എഡ്യൂക്കേഷനിൽ ഏത് മേഖലയിൽ പോകുന്നുണ്ടെങ്കിൽ കൂടെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു എബിലിറ്റീസ് ഉപയോഗപ്പെടുത്താൻ പറ്റും. ഇപ്പൊ ഡോക്ടർ ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ആളുകളോട് സംസാരിക്കാൻ കഴിയും. ഇപ്പൊ ഡോക്ടർ പി വി ഗംഗാധരൻ എന്നൊക്കെ പറയുന്നത് പുള്ളി ജനകീയനായത് അദ്ദേഹത്തിന്റെ സ്കിൽ കൊണ്ട് മാത്രമല്ല, അദ്ദേഹം ആളുകൾക്കിടയിൽ ഇറങ്ങി വന്നുകൊണ്ട് ഇതുപോലെ പുസ്തകങ്ങൾ എഴുതുന്നു, പബ്ലിഷ് ചെയ്യുന്നു, പ്രസിദ്ധീകരിക്കുന്നു, സംസാരിക്കുകയൊക്കെ ചെയ്യും. അത് അയാളെ നർച്ചർ ചെയ്തെടുത്തൊരു സ്കില്ലാണ്, ഒരു പക്ഷേ ഇൻബോൺ ആയിരിക്കും. സോ ആ സ്കില്ലുകൾ എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ ലൈഫിലേക്ക് ആഡ് ചെയ്യുമ്പോൾ അവർക്ക് സക്സസ് ഈസി ആയിട്ട് കിട്ടും, ലൈഫ് ഈസി ആക്കി മാറ്റാൻ പറ്റും. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ലോജിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ സ്കിൽ ഇല്ലാത്ത കുട്ടിയെ പിടിച്ചിട്ട് നമ്മൾ +2 മാത്സ് പഠിപ്പിക്കാൻ ശ്രമിച്ചാൽ, അല്ലെങ്കിൽ BSc മാത്സ് പഠിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവരത് പഠിക്കില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ കഷ്ടപ്പെട്ടിട്ടായിരിക്കും പഠിക്കുന്നത്, ഇഷ്ടപ്പെട്ടിട്ട് പഠിക്കാൻ കഴിയില്ല. സോ ചെറിയ പ്രായം മുതൽ കുട്ടികളെ എക്സ്പ്രസ് ചെയ്യും, 3ാമത്തെ വയസ്സ് മുതൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കിയിട്ട് ഒബ്സർവേഷനിലൂടെ, കൃത്യമായ ഒബ്സർവേഷനിലൂടെ നമുക്കത് നർച്ചർ ചെയ്തെടുക്കാൻ പറ്റും. മ്യൂട്ടാണ് സാർ, അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കും. ഓക്കെ, താങ്ക് യു. ഒരു സംശയം കൂടി. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോ ഒരു ഉന്നത വിദ്യാഭ്യാസത്തിന്, അതായത് ഒരു 10ാം ക്ലാസ് കഴിഞ്ഞ് +1 +2 കോഴ്സുകൾക്ക് ചേരുന്ന ഒരു കുട്ടികൾക്ക് അവരുടെ കരിയർ ഗൈഡ് ലൈനിന് വേണ്ടിയിട്ട് ഈ ടെസ്റ്റ് എന്തുമാത്രം ഉപകരിക്കും? വളരെ സക്സസ്ഫുൾ ആണ്. അവരെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിട്ടും നമ്മൾ ചെയ്തിരിക്കണം എന്നാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യാറുള്ളത്. എന്താണെന്ന് വെച്ചാൽ ഈ പാരന്റ്സിൽ വളരെ അവബോധമുള്ള ഒരു കാര്യം, ഈ മൾട്ടിപ്പിൾ ഇന്റലിജൻസുമായിട്ട് ഇത്തരം ഇപ്പോൾ സോഷ്യൽ മീഡിയകളിലൂടെയും മറ്റ് പ്രോഗ്രാമും പാരന്റിംഗ് ഒക്കെ കണ്ടിട്ട് പാരന്റ്സിന് അറിയാം ഇങ്ങനെ ഒരു ഇന്റലിജന്റ് ടെസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ കരിയർ ഗൈഡ് ഉണ്ടെന്നല്ലേ. ഇതൊന്നും മുമ്പ് കിട്ടാത്തത് കൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ, എനിക്കറിയാം, ഓരോ സോറി സാർ, മ്യൂട്ടായി പോയി. കോൾ വന്നതാണ്, സോറി. ഹലോ, ഓരോ കോഴ്സുകളിൽ കുട്ടികളെ കൊണ്ടുപോയി ചേർത്തിട്ട് +1 +2 അത് കഴിയുമ്പോഴായിരിക്കും ഈ കുട്ടിക്ക് ഈ മേഖലയിലേക്ക് പഠിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ പ്രൊഫഷണൽ കോഴ്സിനാണെങ്കിലും ഇപ്പൊ ബിടെക്കിനൊക്കെ സിവിലിൽ കൊണ്ടുപോയി ചേർക്കും, പിന്നെ കുട്ടിക്ക് ഇതിനായിരിക്കില്ല IT ആയിരിക്കും ഇഷ്ടം, അല്ലെങ്കിൽ മെക്കാനിക്കൽ കൊണ്ടുപോയി ചേർക്കും, കുട്ടിക്ക് സിവിലായിരിക്കും താല്പര്യം. അപ്പൊ ഇത്തരം ഇതില് കരിയർ ഗൈഡ് ലൈൻ ഉപയോഗിക്കാത്ത ഒത്തിരി ആളുകളുണ്ട്. അവർക്കൊക്കെ ഈ ടെസ്റ്റ് കൊണ്ട് ഉപകാരം ഉണ്ടോന്ന്, അതാണ് ചോദ്യം. 100% അവർക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. കാരണം കുട്ടികളുടെ മേഖല തിരിച്ചറിഞ്ഞാലേ അവർക്ക് അതിലേക്ക് പോകാൻ പറ്റുള്ളൂ. പക്ഷെ ഒരു വലിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പല ഇൻസ്റ്റിറ്റ്യൂഷനുകളും ഇതിന്റെ ബാക്കിൽ വളരെ മോശമായിട്ടുള്ള ഒരു പ്രവണത ഉണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ മെഡിക്കലിന്റെ കോച്ചിങ് നടത്തുന്ന കുട്ടികൾ, മെഡിക്കൽ കോച്ചിങ് സെന്റേഴ്സ് നടത്തുന്നവർ, അല്ലെങ്കിൽ IAS കോച്ചിങ് നടത്തുന്നവർ, അവരൊക്കെ ചെറിയ പ്രായത്തിലുള്ള കുട്ടികളെ ഹൈസ്കൂൾ തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ UP സ്കൂളിന്റെ എൻഡിൽ 7ാം ക്ലാസ്സിലൊക്കെ എന്ത് ചെയ്യും, കുട്ടികളെ IAS കോച്ചിങ് അല്ലെങ്കിൽ അങ്ങനെ സിവിൽ സർവീസ് കോച്ചിങ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇവര് കുട്ടികളുടെ ടെസ്റ്റ് നടത്തിയിട്ട് വ്യാജമായിട്ട് പറയുന്നത്, നിനക്ക് ഇവര് നടത്തുന്ന കോഴ്സിനാണ് അഭിരുചി ഉള്ളതെന്ന് എന്ത് ചെയ്യും, തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ കൗൺസിലിംഗ് ഒക്കെ നടത്തിക്കളയും. അപ്പൊ കുട്ടികൾ ഇത് മനസ്സിലാക്കാതെ ആ ഏരിയയിൽ പോയിട്ട് കുറെ വർഷങ്ങൾ പോയിട്ട്, അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, കൗൺസിൽ ചെയ്യുന്ന ആളുകളുടെ ഒതൻസിറ്റി വളരെ ചെക്ക് ചെയ്യണം. അവരുടെ ഉദ്ദേശം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അവർ മറ്റെന്തെങ്കിലും ഒരു ഉദ്ദേശത്തിലേക്ക്, ഇപ്പൊ എന്റെ കയ്യിലുള്ള ഒരു പ്രൊഡക്റ്റ് വിൽക്കാൻ വേണ്ടിയിട്ട്, ഇപ്പൊ എന്റെ കയ്യിൽ കുട്ടികളുടെ IQ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സാധനമുണ്ട്, ഞാൻ അത് വിൽക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കുട്ടിയെ തെറ്റായ രീതിയിലേക്ക് നയിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു റോങ് ആണ്. അതിന്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആണ് ഇപ്പൊ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത്, എനിക്ക് എന്റെ പൊളിറ്റിക്സിനെ കുറിച്ച് കൂടുതൽ അറിയില്ല. ഇപ്പൊ നമ്മളുടെ കുട്ടികൾക്ക് നിങ്ങൾക്ക് PSc കിട്ടും, അല്ലെങ്കിൽ ഗവൺമെന്റ് ജോബിന് ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അനാവശ്യമായ ബൂസ്റ്റിംഗ് നടത്തിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, പല സെന്ററുകളും കുട്ടികളെ PSc കോച്ചിങ് സെന്ററുകളിലേക്ക് ആകർഷിക്കുന്നത്. ജോയിൻ ചെയ്യുന്നവർക്കെല്ലാം ജോലി വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളത്. അപ്പൊ അവരെന്ത് ചെയ്യാണ്, അതിന്റെ ഒരു ഭാഗമായിട്ട് മാറണം. അത് എത്ര കണ്ട് ശരിയാണ് അതിന്റെ പൊളിറ്റിക്സ് എനിക്കറിയില്ല, പക്ഷെ ഇങ്ങനെ ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. സോ അതിനകത്ത് ചെയ്യുന്ന ആളുകളുടെ, കൗൺസിലിംഗ് ചെയ്യുന്ന ആളുകളുടെ ഓണസ്റ്റിയും കാര്യങ്ങളും നമ്മൾ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. താങ്ക് യു. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും അത് ഉപകരിക്കുമെന്ന് കരുതുന്നു. താങ്ക് യു. വെൽക്കം സാർ. വേറെ ആരെങ്കിലും ഉണ്ടോ? വേറെ ആർക്കെങ്കിലും സംസാരിക്കാൻ? ഹലോ സാർ. ഹലോ ഷീജയാണ്. ആ മാം, പറയൂ. സാർ, വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു കേട്ടോ. മൾട്ടിപ്പിൾ ഇന്റലിജൻസ്, ഹോവാർഡ് ഗാർണറുടെ ഈ ഒരു തിയറി
അത്രയും ലളിതമായിട്ട് അത്രയും സിമ്പിൾ ആയിട്ട് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന ഒരു ഭാഷയിൽ നന്നായിട്ട് അവതരിപ്പിച്ചു. ഒരു കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു വെരി മച്ച്. ഹലോ സാർ. ഹലോ പറയൂ. ഞാൻ ജാൻസി. ഇതിലെ 5, 6, 7 ബോർഡിലെ കൈനസ്തെറ്റിക് ഇന്റലിജൻസ്, ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ്, ഇൻട്രാപേഴ്സണൽ, അതിന്റെ മലയാളം വേർഡ്സ് എന്ന് പറയാവോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാല് ബോഡിലി കിനസ്തെറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ശാരീരികമായ കിനസ്തെറ്റിക് എന്ന് പറയുന്നത് ശരിക്കും ഒരു ഫീലിംഗ് ഓറിയന്റഡ് ആണ്. കിനസ്തെറ്റിക് എന്നും പറയാറുണ്ട്, കൈനസ്തെറ്റിക് എന്നും പറയാറുണ്ട്. അതിന്റെ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള മലയാള വാക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും കൺഫ്യൂഷൻ ആണ്. ഇൻട്രാപേഴ്സണൽ എന്ന് പറയുന്നത് സ്വയാവബോധമാണ്. സ്വയാവബോധം എന്ന് പറയാലോ, നമ്മളൊരു തിരിച്ചറിവ്. പിന്നെ മറ്റുള്ള ആളുകളെ ഇന്റർപേഴ്സണൽ എന്ന് പറയുന്നത് ആളുകളെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ്. ഇന്റർപേഴ്സണൽ വ്യക്തികളെ നമുക്ക് മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ്. അതിന്റെ കറക്റ്റ് ആപ്റ്റ് ആയിട്ടുള്ള വാക്കുകൾ ഡിക്ഷണറി നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം. കാരണം ഇതില് ദൃശ്യവൽക്കരണം എന്നൊക്കെ പറയുന്ന പോലെ മലയാളത്തിലുള്ള ആപ്റ്റ് ആയിട്ടുള്ള വാക്കുകൾ ഉണ്ടോ എന്നുള്ള സംശയമാണ്. പിന്നെ അല്ലെങ്കിൽ ഉണ്ടായിരിക്കും, പക്ഷെ ഡേ ടു ഡേ ലൈഫിൽ അത് അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഞാനും യൂസ് ചെയ്യാറില്ല. ആദ്യമായിട്ടാണ് അങ്ങനെ ഒരാള് അതിന്റെ കറക്റ്റ് മലയാളം ചോദിക്കുന്നത്. നമ്മളെല്ലാവരോടും ഇംഗ്ലീഷിൽ ഇങ്ങനെ പറഞ്ഞു പോകാറാണ്. ഒന്നാമത് നമ്മുടെ വരുന്ന കൗൺസിലിംഗും ഇതെല്ലാം അതുമായി ബന്ധപ്പെട്ടതായതുകൊണ്ടാണ്. വേണമെങ്കിൽ ഗൂഗിൾ ചെയ്തിട്ട് പറഞ്ഞു തരാം, അല്ലെങ്കിൽ മാമിന് ഗൂഗിൾ ചെയ്ത് നോക്കാം. ഓക്കെ, താങ്ക് യു സാർ. ഞാൻ ഗൂഗിൾ ചെയ്തോളാം. ഓക്കെ, ഞാൻ സെർച്ച് ചെയ്തോളാം. ഓക്കെ, താങ്ക് യു. വെൽക്കം. ഫൈസൽ സാർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്, ചോദിച്ചോളൂ. അൺമ്യൂട്ട് ചെയ്ത് ചോദിച്ചോളൂ. സാറേ, സാറ് പറഞ്ഞില്ലേ കുട്ടികള് കഷ്ടപ്പെട്ട് പഠിക്കാതെ ഇഷ്ടപ്പെട്ട് പഠിക്കാണ്. ഹലോ അതെ മനസ്സിലായി. കഷ്ടപ്പെട്ട് പഠിക്കുന്നു, ഇഷ്ടപ്പെട്ട് പഠിക്കുന്നു. അപ്പൊ എന്താ ചോദ്യം? അതെ, അതിനെ കുട്ടികളെ അങ്ങനെ ഇഷ്ടപ്പെട്ട് പഠിക്കാനുള്ള ഒരു വഴി എന്താണ്? എല്ലാരും പഠനത്തിൽ പുറകോട്ടാണല്ലോ, ആർക്കും താല്പര്യമില്ല ഇതിനോട്. സ്വാഭാവികമാണ്. അത് അവരുടെ ഇന്റലിജൻസുമായിട്ടൊക്കെ കണക്ട് ചെയ്തിട്ട് അവരുടെ ഏരിയകൾ കണ്ടുപിടിച്ചിട്ട് അവരെ അതിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഞാനൊരു എക്സാമ്പിൾ പറയാം. കോഴിക്കോട് മർക്കസ് സ്കൂളിലെ അധ്യാപകന് നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്തോ ഒരു നിയാസ് മുഹമ്മദ്, അങ്ങനെ എന്തോ ഒരു പേരിലുള്ള ഒരു അധ്യാപകൻ. അപ്പൊ അദ്ദേഹം ചെയ്യുന്നത് ടഫായിട്ടുള്ള പാഠങ്ങള് പാട്ട് രൂപത്തിൽ, മാപ്പിളപ്പാട്ട് രൂപത്തിൽ, സിനിമാ ഗാനങ്ങളൊക്കെ ആയിട്ട് എന്ത് ചെയ്യാണ് പുള്ളി മാറ്റം വരുത്തിയിട്ട് കുട്ടികളെ പഠിപ്പിക്കണം. കെമിസ്ട്രിയിൽ നമുക്കറിയാം എന്താ മൂലകങ്ങളുടെ പട്ടിക എന്താണ്. എനിക്ക് അന്നും ഇന്നും കെമിസ്ട്രി എന്ന് പറയുന്ന ഭ്രാന്താണ്. മൂലകങ്ങളുടെ പട്ടികയൊക്കെ ഉണ്ടല്ലോ, എത്ര എണ്ണം വരുന്നത്. അതൊക്കെ കുട്ടികള് വളരെ സിമ്പിൾ ആയിട്ട് പാട്ട് രൂപത്തിൽ പഠിച്ചെടുക്കും. അപ്പൊ ഓരോരുത്തർക്കും എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ കഴിവനുസരിച്ച്. പുള്ളി ഇതെല്ലാം മ്യൂസിക്കലി കണക്ട് ചെയ്തുകൊണ്ട് പാട്ട് രൂപത്തിലാക്കിയിട്ട് കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കുന്നു. അപ്പൊ അവരത് അങ്ങനെ ഫോളോ ചെയ്യുന്നു. സോ ഓരോ കുട്ടിക്ക് അനുസരിച്ച് കുട്ടികളുടെ ലേണിംഗ് സ്റ്റൈൽ ഡിഫറെന്റ് ആണ്. നമുക്കറിയാം വിഷ്വൽ ലേണിംഗ് ഉണ്ട്, ഓഡിറ്ററി ലേണിംഗ് ഉണ്ട്, കിനസ്തെറ്റിക് ലേണിംഗ് ഉണ്ട്. ചില കാര്യങ്ങൾ കുട്ടി കണ്ടാണ് പഠിക്കുന്നത്, ചില കാര്യങ്ങൾ കേട്ടിട്ടാണ് പഠിക്കുന്നത്, ചില കാര്യങ്ങൾ ഫീൽ ചെയ്തിട്ടാണ് കിനസ്തെറ്റിക്. അതായത് കുട്ടി ഫീലിങ്ങിലൂടെ, എക്സ്പീരിയൻസിലൂടെയാണ് പഠിക്കുന്നത്. അപ്പോ കിനസ്തെറ്റിക് ആയിട്ടുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവനെ ആക്ഷനൊക്കെ കാണിച്ചുകൊണ്ട് പഠിക്കുമ്പോ ടീച്ചർ പറയും അനങ്ങാതെ നിന്ന് ഉത്തരം പറയടാന്ന് പറയും. സ്വാഭാവികമായിട്ട് എന്താ ചെയ്യുന്നത്, അപ്പൊ അവന് ഇങ്ങനെ കൈകൊണ്ട് എന്തെങ്കിലും ആക്ഷനൊക്കെ കാണിച്ചിട്ടായിരിക്കും അവൻ ആങ്കർ എന്നൊക്കെ പറയാം. NLP അതിന് പറയുന്നത് ആങ്കറിംഗ് എന്നൊക്കെയാണ്. ആ ആക്ഷനുകളിലൊക്കെ കാണിക്കുമ്പോഴാണ് അവന്റെ ഉള്ളിലെ ഉത്തരം വരുന്നത്. സോ ടീച്ചർ എന്ത് ചെയ്യും, അതൊരു മാനറിസം ആണെന്ന് പറഞ്ഞിട്ട് അത് അവിടെ ഡിമിനിഷ് ചെയ്യും. ഒതുങ്ങി നിന്ന് സംസാരിക്കടാ, അനങ്ങാതെ നിൽക്കടാ എന്നൊക്കെ പറയും. ഈ പ്രസംഗ മത്സരത്തിനൊക്കെ അല്ലെങ്കിൽ പ്രസംഗ പരിശീലനത്തിനൊക്കെ വരുമ്പോൾ ഏറ്റവും വലിയൊരു ചലഞ്ച് അതാണ്. ആളുകള് മാനറിസം കാണിക്കുമ്പോൾ ശരിയായ പരിശീലകൻ അല്ലെങ്കിൽ എന്ത് ചെയ്യും, അത് അവിടെ ഹോൾഡ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കും. അപ്പൊ ആള് സ്ട്രെസ്ഡ് ആയിരിക്കും. നമ്മുടെ കുട്ടിയുടെയും ലേണിംഗ് സ്റ്റൈൽ മനസ്സിലാക്കിയിട്ട് അതിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഇപ്പൊ ഓഡിറ്ററി ലേണർ ആണെന്നുണ്ടെങ്കിൽ ഉറക്കെ വായിച്ചിട്ടായിരിക്കും പഠിക്കുന്നത്. ഉറക്കെ വായിച്ചു പഠിക്കുമ്പോഴായിരിക്കും ആൾക്കാർ എന്ത് ചെയ്യുന്നത്, മനസ്സിൽ നിൽക്കുന്നത്. അപ്പൊ നമുക്ക് ഡിസ്റ്റർബൻസ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ TV കാണുന്ന സമയം നീ അവിടെ ഉറക്കെ വായിക്കല്ലേ എന്ന് പറയാം. അല്ലെങ്കിൽ നിന്റെ താഴെയുള്ള കുട്ടികൾ പഠിക്കുന്നുണ്ടല്ലോ, മറ്റുള്ള കുട്ടികളെ ഡിസ്റ്റർബ് ചെയ്യരുത് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, ആ ഓഡിറ്ററി ലേണറെ ഡിമിനിഷ് ചെയ്യാണ് ചെയ്യുന്നത്. സോ കുട്ടികളുടെ ലേണിംഗ് സ്റ്റൈൽ മനസ്സിലാക്കിയിട്ട് അതിലൂടെ കൊണ്ടുപോകുക എന്നുള്ളതാണ് അതിനുള്ള ഒരു സൊല്യൂഷൻ. ഓക്കെ സാർ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ? ഹലോ, നമ്മള് ഈ
ഇന്ന് ഇറങ്ങുന്ന പുതിയ കാറുകൾ കംപ്ലീറ്റ് ഓട്ടോമാറ്റിക് ആണല്ലോ പലതും. ഓട്ടോമാറ്റിക് കാറുകളില്ലേ? അതെ. അപ്പോൾ ഈ നമ്മള് കാറുകള് മറ്റ് സാധാ ഗിയർ ഉപയോഗിച്ച് വണ്ടി ഓടിക്കുന്നതും ഓട്ടോമാറ്റിക് ആയിട്ട് ഉപയോഗിക്കുന്നതും തമ്മില്, ഓട്ടോമാറ്റിക് കാറുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ സ്കിൽസ് ഇല്ലാതാവുകയല്ലേ ചെയ്യുന്നത്. കാരണം മറ്റേ സിസ്റ്റത്തിൽ നമ്മുടെ ഐ ഹാൻഡ് കോർഡിനേഷൻ, മൈൻഡ് ബോഡി കോർഡിനേഷൻ വരുന്നുണ്ടല്ലോ. ഇത് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിൽ ഇല്ലാതാക്കുകയല്ലേ ചെയ്യുന്നേ. തീർച്ചയായിട്ടും മാം പറഞ്ഞത് വളരെ നല്ലൊരു പോയിന്റ് ആണ്. ഞാനിതിന്റെ ഒരു രക്തസാക്ഷി എന്ന് പറയാൻ പറ്റില്ല. എനിക്ക് ഡ്രൈവിംഗ് ഇഷ്ടമായതുകൊണ്ട് എനിക്കത് ബുദ്ധിമുട്ട് വരാറില്ല. ഞാൻ ഓട്ടോമാറ്റിക് ഓടിക്കാറുണ്ട്, മറ്റേ കാറും 2 കാറുണ്ട്, 2 ഓടിക്കാറുണ്ട്. അപ്പൊ ഓട്ടോമാറ്റിക്കിലേക്ക് എത്തുമ്പോൾ ആദ്യത്തെ ഒരു 1-2 സെക്കൻഡിൽ നമ്മൾ അതിലേക്ക് കയറി പിന്നെ നമ്മുടെ മനസ്സ് ഓട്ടോമാറ്റിക്കലി അതിലേക്ക് മാറും. പിന്നെ നമ്മുടെ സ്കില്ല് ഡിമിനിഷ് ആയി പോകുന്ന പറയുന്നത് അതിന്റെ ഒരു സത്യം ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം, അപ്പൊ നമുക്ക് കറക്റ്റ് മനസ്സിലാവും. അപ്പൊ മാം ചെറിയ പ്രായത്തില് സ്വിമ്മിങ് പഠിച്ചിട്ടുണ്ടായിരിക്കും, ഉണ്ടോ? നീന്താൻ അറിയാവോ? ഇല്ല. പക്ഷെ നമ്മുടെ കുട്ടികളൊക്കെ തൊട്ടടുത്തുള്ള ആറിലും പുഴയിലും ഒക്കെ ചാടിയിട്ട് നീന്തി പഠിച്ചിട്ടുണ്ടായിരിക്കും. ചെറിയ പ്രായത്തിലായിരിക്കും അത്. പെൺകുട്ടികളൊക്കെ, ഒരു എക്സാമ്പിൾ പറയാം, പെൺകുട്ടികളുടെ കാര്യം തന്നെ പറയാം. എന്നിട്ട് അവരെന്ത് ചെയ്യാണ്, ഒരു 10-12 വയസ്സ് വരെ 15 വയസ്സ് വരെയൊക്കെ നമ്മുടെ നാട്ടിൽ പുഴയിൽ പോകും. അത് കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ അങ്ങനെ പോകാറില്ലല്ലോ. അത്രയും കാലം നീന്തിയിട്ടൊക്കെ നല്ല എക്സ്പീരിയൻസ് ഉണ്ടാവും, പഠിച്ചിട്ടുണ്ടായിരുന്നു. അവരെ വേറെ എവിടേക്കെങ്കിലും ഒരിടത്ത് കല്യാണം കഴിക്കുന്നു, ഇപ്പൊ സൗദിയിലേക്ക് കല്യാണം കഴിച്ചേക്കുന്നു. 10-25 വർഷം അവർ സൗദിയിൽ ജീവിക്കുന്നു. ഒരിക്കൽ പോലും നമുക്കറിയാം അവിടെ കടലൊക്കെ ഉണ്ടെങ്കിലും വെള്ളം കാണാനുള്ള സാധ്യത വളരെ കുറവാണ്. അത്രയും വർഷം ആള് നീന്തുന്നില്ല. പക്ഷെ ഒരു 40-ാമത്തെ 50-ാമത്തെ വയസ്സിൽ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ആള് പുഴയിൽ ഇറങ്ങിയ ആള് നീന്തും. കാരണം എന്താ വെച്ചാൽ ഒരു പേടി കാണുമായിരിക്കും, ചെറിയൊരു ഭയം കാണും. പക്ഷെ എങ്കിലും എന്ത് ചെയ്യും, ആള് നീന്താൻ തുടങ്ങും വളരെ പെട്ടെന്ന്. കാരണം അത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാണ്. അതിന്റെ സൈക്കോളജിയുടെ ഒരു 4 സ്റ്റെപ്സ് ഉണ്ട്. അൺകോമ്പിറ്റന്റ്, ഇൻകോമ്പിറ്റൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ 4 സ്റ്റെപ്സ് ഉണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നില്ല, ലേണിംഗുമായിട്ട് റിലേറ്റഡ് ആണ്. അപ്പൊ നമ്മൾ ഡ്രൈവിംഗ് പഠിക്കുന്നത് ഇങ്ങനെയാണ് നമ്മൾ കോമ്പിറ്റൻസ് ആയി മാറുന്നുണ്ട്. തുടക്കത്തിൽ മാത്രമേ നമുക്ക് ക്ലച്ച് അമർത്തുന്നതും ഗിയർ മാറ്റുന്നതും സ്റ്റെയറിംഗ് തിരിക്കുന്നതും ഒക്കെ നമ്മൾ കോൺഷ്യസ്ലി ചെയ്യാറുള്ളൂ. ശരിയല്ലേ? പഠിക്കുന്ന സമയങ്ങളിൽ വൺസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യാത്ത പണികളൊന്നും ഉണ്ടാവില്ല. കുട്ടികളെ തൊട്ടടുത്തിരിക്കുന്ന കുട്ടികളെ അല്ലെങ്കിൽ ഹസ്ബൻഡിനെ കൺട്രോൾ ചെയ്യുന്നുണ്ടായിരിക്കും, വരുന്ന ഫോൺ എടുക്കുന്നുണ്ടായിരിക്കും, പാട്ട് കേൾക്കുന്നുണ്ടായിരിക്കും, നാട്ടിലെ പോകുന്ന ടെക്സ്റ്റൈൽസിന്റെ ഒക്കെ മുമ്പിലെ പുതിയ മോഡൽ ചുരിദാറുകൾ തൂക്കിയിട്ടൊക്കെ കാണുന്നുണ്ടാവും, വണ്ടി ഓടിക്കുന്നുണ്ടാവും കൂട്ടത്തില്. ശരിയല്ലേ? നമ്മൾ അറിയുന്നതല്ല, നമ്മൾ ഗിയർ മാറ്റുന്നതും ക്ലച്ച് മാറ്റുന്നതും നമ്മൾ ചിന്തിക്കുന്നതല്ല. അത് സ്വാഭാവികമായ ഒരു പ്രോസസ്സാണ്. നാച്ചുറലായിട്ട് പോകുന്നു, സംഭവിക്കുന്ന പോലെ ആവുന്നു. അത് ലേണിംഗിന്റെ 4ാമത്തെ സ്റ്റെപ്പാണ്. നമ്മളത് വിശദീകരിക്കാൻ പോയ സമയം കുറെ എടുക്കും. 4 സ്റ്റെപ്സ് ഉള്ളത്. ലേണിംഗിന്റെ 4ാമത്തെ സ്റ്റെപ്പിലേക്ക് നമ്മൾ എത്തുകയാണ്. സോ അതെന്ത് ചെയ്യുന്നില്ല, നമ്മൾ ഓട്ടോമാറ്റിക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മളത് മറക്കൊന്നുമില്ല. നമ്മൾ ഗിയറുള്ള വണ്ടിയിലേക്ക് വരുന്ന സമയത്ത് ആദ്യത്തെ ഒരു മിനിറ്റ് ഒക്കെ നമുക്ക് ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ അശ്രദ്ധമായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ, ഒട്ടും സെൽഫ് അവയർനെസ് ഇല്ലെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഇടക്കിടക്ക് ഓഫ് ആവാനാണല്ലോ പ്രധാന ബുദ്ധിമുട്ട്. ഗിയർ ഇല്ലാത്ത വണ്ടി കൈകാര്യം ചെയ്യുമ്പോൾ ക്ലച്ച് ഓർമ്മയില്ലാതെ എന്ത് ചെയ്യും, കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് വണ്ടി ഇടക്കിടക്ക് ഓഫ് ആവുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഒട്ടും സെൽഫ് അവയർനെസ് ഇല്ലാത്തവർക്കാണ്. പക്ഷെ അവർക്കും എന്ത് ചെയ്യാൻ പറ്റും, ഒരു നിശ്ചയ സമയം കഴിഞ്ഞ് ഓട്ടോമാറ്റിക്കലി അത് പിക്ക് ചെയ്തെടുക്കാൻ പറ്റും. സോ ഉപയോഗിക്കാതിരിക്കുന്ന സ്കില്ലുകള് നമുക്ക് എന്ത് ചെയ്യും, അതിന്റെ മൂർച്ച കുറയും, അതിന്റെ ഫിനിഷിങ് കുറവായിരിക്കും. ഇപ്പൊ നിരന്തരം ഇപ്പൊ ടീച്ചേഴ്സൊക്കെ കണ്ടിട്ടുണ്ട്, നിരന്തരം ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു, കഴിഞ്ഞ 1 വർഷമായിട്ട് ക്ലാസ് എടുക്കുന്നില്ല. ഇനിയിപ്പോ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ഒരു പക്ഷെ പഴയ ഒരു ഇതിലേക്ക് എത്തിപ്പെടാൻ കുറച്ച് സമയം എടുക്കും. അപ്പൊ ഞങ്ങൾ ടീച്ചേഴ്സിനും ഇത്തരം ആളുകൾക്കൊക്കെ വേണ്ടിയിട്ട് പ്രോഗ്രാം വെക്കുന്നുണ്ട്. കാരണം സ്കൂളിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ പബ്ലിക് സ്പീക്കിംഗ് സ്കിൽസ് ഒക്കെ ഒന്നും കൂടി ഒന്ന് പൊടി തട്ടിയെടുത്ത് ഫിനിഷ് ചെയ്തിട്ട് വേണം ക്ലാസ്സിലേക്ക് പോകാൻ. യെസ്, 1 വർഷമായിട്ട് ക്ലാസ് എടുക്കുന്നില്ലെങ്കിൽ നമുക്കറിയാം, പിന്നെ പോകുന്ന സമയത്ത് വീണ്ടും ആ ഒരു പ്രയാസം തുടക്കത്തിലേ ഉണ്ടാവുള്ളൂ, ഒരു പ്രയാസം നേരിടും. അപ്പൊ അത് നേരിടാതിരിക്കാൻ വിത്ത് പ്രയർ പ്രാക്ടീസോട് കൂടി പോവാന്നുള്ളതാണ്. മാം ക്ലിയർ ആണോ? മനസ്സിലായി. താങ്ക് യു സർ. നമസ്കാരം ഷിഹാബ് സാർ. നമസ്കാരം. ആരൊരു മലയാള വേർഷൻ ചോദിച്ചല്ലോ, അതെന്താണത്? ഏതിന്റെയാണ് മലയാളം ചോദിച്ചത്? അത് ഞാൻ തന്നെയായിരുന്നു. ഏതാ മേഡം ചോദിച്ചത്? ഏത്
ഒന്ന് ബോഡിലി കൈൻസെറ്റിക് ഇന്റലിജൻസ്, പിന്നെ ഇന്റർപേഴ്സണൽ, ഇൻട്രാപേഴ്സണൽ, ഇതിൽ മൂന്നാണ് ഞാൻ ചോദിച്ചത്. ഇന്റർപേഴ്സണൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യക്തിയാന്തര സംബന്ധിമായ ബുദ്ധിവൈഭവം, അതായത് സഹവാസപ്രിയത, സോഷ്യൽ, വ്യക്തിയാന്തര സംബന്ധിയായിട്ടുള്ള ബുദ്ധിവൈഭവം, അതാണ് ഇന്റർപേഴ്സണൽ സ്കിൽ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ഇൻട്രാപേഴ്സണൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോളിറ്ററി. ഹലോ, കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ടോ? ഇൻട്രാപേഴ്സണൽ എന്ന് പറഞ്ഞാൽ അത് സോളിറ്ററി ആണ്, സഹവാസം ഇല്ലാത്തതെന്ന് നമുക്ക് പറയാം. ആന്തരിക വൈയക്തിക വ്യക്തിത്വം, ആന്തരിക വൈയക്തിക വ്യക്തിത്വം, അതാണ് ഇന്റർപേഴ്സണൽ. സോളിറ്ററി, സഹവാസം ഇല്ലാത്തത്. ഇന്റർപേഴ്സണൽ എന്ന് പറഞ്ഞാൽ സഹവാസപ്രിയമായിട്ടുള്ളത്. ഓക്കെ. ഇനി ബോഡ്ലി കിനസ്തെറ്റിക്കിന്റെ ശരീരചലന സംബന്ധിയായിട്ടുള്ള ബുദ്ധിവൈഭവം, ശരീരചലന സംബന്ധിയായിട്ടുള്ള ബുദ്ധിവൈഭവം. അതിപ്പോ ഡാൻസർ ആവാം, സ്പോർട്സ്മാൻ ആവാം, അത്തരത്തിലുള്ള ആൾക്കാരാവാം, ശില്പികളാവാം, നാടക നടനാവാം, നർത്തകിയാവാം, ശസ്ത്രക്രിയാ വിദഗ്ധൻ, അവരൊക്കെ ആവാം. അവരുടെ താങ്ക് യു ഷാബു സാർ. ഷാബു ഗംഗാധരൻ സാർ എന്റെ സുഹൃത്താണ്. അദ്ദേഹം മൾട്ടിപ്പിൾ ഇന്റലിജൻസിന്റെ ടെസ്റ്റ് നടത്തുന്നതാണ്, കുറെ വർഷങ്ങളായിട്ട് MI ചെയ്യുന്ന ആളാണ്. താങ്ക് യു ഷാബു സാർ. ഇനി എന്തായാലും അടുത്ത പ്രാവശ്യം വരുമ്പോ ഞാൻ മലയാളം വാക്കുകളും കൂടെ ഇവിടെ എഴുതി വെക്കാം. ആന്തരിക വൈയക്തിക ബുദ്ധി എന്നൊക്കെ ഇവിടെ എഴുതി വെക്കാം, കാരണം ഇനി ചോദിക്കുമ്പോഴും ഓർമ്മ പറയാനായിട്ട് ബുദ്ധിമുട്ടാണ്, എന്നാലും ചോദിക്കുക എന്നുള്ള ഇതിൽ ഞാൻ പറഞ്ഞതാണ്. എനിവേ ഷിഹാബ് സാർ, വണ്ടർഫുൾ ജോബ്. ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാ പാരന്റ്സും അതുപോലെ തന്നെ അറിഞ്ഞിരിക്കേണ്ട ഒരു ടൂൾസ് ആണ് മൾട്ടിപ്പിൾ. കാരണം അവരുടെ ജീവിതത്തിൽ അവർക്ക് ഇൻബോൺ ആയിട്ടുള്ള കഴിവ് എന്താണെന്ന് മനസ്സിലാക്കാതെ പല മേഖലയിൽ പോയി വഴി തെറ്റി, അല്ലെങ്കിൽ ആ മേഖലയിൽ വരുന്ന ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ മേഖലയിൽ ഇന്നത്തെ ഈ സാഹചര്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും വളരെ നല്ലൊരു ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ഇൻബൗണ്ടും അതുപോലെ തന്നെ അവരുടെ അക്യുവേഡും, ഇപ്പൊ ഒരു 10ാം ക്ലാസ് അല്ലെങ്കിൽ ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ട് പോലും ഇത് ചെയ്യാം. ഇപ്പൊ +2 കഴിഞ്ഞിട്ട് ഈ ടെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ അവരുടെ ഇൻബോൺ ആയിട്ടുള്ളതും ഇനി അവർ ആ 10-12 വർഷം കൊണ്ട് അല്ലെങ്കിൽ 15 വർഷം കൊണ്ട് എന്തൊക്കെയാണ് അവർ അക്യുവേഡ് ആയിട്ടുള്ളത്, ആർജിതമായിട്ട് എന്തൊക്കെയാണ് നേടിയിട്ടുള്ളത്, ഈ വക കാര്യങ്ങളെല്ലാം കൂടി നമുക്ക് മനസ്സിലാക്കുവാനായി സാധിക്കും. എന്നിട്ട് അവരെ ഒരു മേഖലയിലേക്ക് ഫോക്കസ് ചെയ്യണമെങ്കിൽ 100% അവർ ആ മേഖലയിൽ വിജയിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. വളരെ നല്ല സെഷനായിട്ട് മനസ്സിലായിട്ടുണ്ട്. തീർച്ചയായിട്ടും താങ്ക് യു വെരി മച്ച്. ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എന്റെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്, 8301837295. നോട്ട് ചെയ്യാം. 8301837295 വാട്സാപ്പ് ഉണ്ട്. നിങ്ങൾക്ക് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, വാട്സാപ്പ് ചെയ്യാം. ഗ്രോളിയറിന് ഞങ്ങളുടെ എക്സിസ്റ്റിംഗ് ക്ലയൻസ് പലരും ഉണ്ട്. അവരുടെ കുട്ടികൾക്ക് ഞങ്ങള് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എക്സിസ്റ്റിംഗ് ക്ലയൻസിന്റെ കുട്ടികൾക്ക് ഞങ്ങൾ അത് ഫ്രീ ആയിട്ടാണ് ചെയ്യുന്നത്. അത് ചെയ്യാൻ താല്പര്യമുള്ളവരോട് ഞങ്ങൾ ബന്ധപ്പെടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. താല്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാം. കഴിഞ്ഞ ദിവസം അയച്ച ആളുടെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു, മാം അവിടെ ഉണ്ട്, അവരുടെ റിപ്പോർട്ട് പെൻഡിങ് ആണ്, നാളെ മറ്റന്നാളോ വരും. സോ നിങ്ങൾക്ക് കൂടുതൽ സംശയങ്ങളോ ചോദ്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാം. സാർ, ഒരു കാര്യം ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. യെസ്. പിന്നെ ഞാനൊരു 8 വർഷമായിട്ട് മൾട്ടിപ്പിൾ ടെസ്റ്റ് പല പ്രോഗ്രാമുകളിലെ ക്യാമ്പുകൾ കുട്ടികൾക്ക് ചെയ്യാറുള്ള ഒരാളാണ്. അപ്പം ഒരു ഡിഗ്രി ലാസ്റ്റ് ഇയർ BSc സ്റ്റുഡൻസിന് ചെയ്തപ്പോ ആ കുട്ടി പറഞ്ഞു, ഇതൊരു 5 വർഷം നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ എന്റെ ഒരു 5 വർഷം നഷ്ടപ്പെടുമായിരുന്നില്ല. കാരണം അവരുടെ കോർ പേപ്പർ മാത്സ് ആണ്, അത് ഫുൾ അവർ ഫെയിലിയർ ആയി. ആ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം അവർ വേറെ BA ഹിസ്റ്ററിക്ക് ജോയിൻ ചെയ്ത് നല്ല മാർക്കോടുകൂടി പാസ്സായിട്ട് വന്നു. ഞാൻ പറയാനുള്ള കാരണം, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെന്റിലെ കരിയർ ക്ലബും വ്യവസ്ഥാപിതമായ സംവിധാനങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ ഒരു വർഷം വെറും 1.5 മണിക്കൂറിന്റെ ഒരു കുറെ കോഴ്സുകളെ പരിചയപ്പെടുന്ന സിസ്റ്റം കൊണ്ട് അവസാനിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ഗവൺമെന്റ് സ്ട്രീമുകളിലേക്ക് നിങ്ങളൊരു ഓർഗനൈസേഷനായി നിലനിൽക്കുന്ന സ്ഥിതിക്ക് അത്തരം പ്രപ്പോസലുകൾ അതിന്റെ ഒരു പ്രായോഗികത ബോധ്യപ്പെടുത്തി അത് അങ്ങനെ ഒരു സ്റ്റേറ്റ് ലെവൽ ടോട്ടൽ സ്റ്റുഡൻസിന് ലൈഫിൽ ഒരു തവണയെങ്കിലും MI ടെസ്റ്റ് അവൈലബിൾ ആക്കുന്ന ഒരു പ്ലാറ്റ്ഫോം കൊണ്ടുവരണം എന്നൊരു താല്പര്യം, അത് അങ്ങനത്തെ ഒരു ഇനീഷ്യേറ്റീവ് നിങ്ങളുടെ സൈഡിൽ നിന്ന് ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നു. ഓക്കെ, താങ്ക് യു. തീർച്ചയായിട്ടും താങ്ക് യു സമദ് സാർ. നമ്മൾ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാം. ഞങ്ങൾ ഇപ്പം ഫോക്കസ് ചെയ്യുന്നത്, ഇതൊരു ആക്ച്വലി ഗ്രോളിയർ ഒരു US ബേസ്ഡ് കമ്പനിയാണ്. ഞങ്ങള് 70ഓളം രാജ്യങ്ങളിലുണ്ട്, 125 വർഷം പഴക്കമുള്ള ഒരു കമ്പനിയാണ്. ഞങ്ങൾ ഇപ്പം ഫോക്കസ് ചെയ്യുന്നത് ഏർലി ലേണിംഗിലാണ്. ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ലേണിംഗ് സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. കുട്ടികളുടെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ഇംപ്രൂവ് ചെയ്യുക, ഡിഫറെന്റ് ആയിട്ടുള്ള സ്കിൽ ഡെവലപ്മെന്റിലൊക്കെയാണ്.
സോ ഒരു 8-10 വയസ്സ് വരെയൊക്കെയുള്ള ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ ഇത് ഫോക്കസ് ചെയ്യുന്നത്. ഈ പറഞ്ഞ ഇനീഷ്യേഷൻ നമുക്ക് പേഴ്സണലായിട്ട് ചെയ്യാവുന്നുള്ളൂ. നമ്മൾ അതിനെ പറ്റിയ ആളുകളുമായിട്ട് സഹകരിച്ച് ഡിസ്കസ് ചെയ്തിട്ട് സോഷ്യലി സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളിടത്ത് നമുക്ക് ആലോചിക്കാം. താങ്ക് യു. ഇനി വേറെ ക്വസ്റ്റ്യൻ ഒന്നുമില്ല, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. Okay, thank you, sir. വെൽക്കം.